പഴയ കോലത്തുനാടിന്റെ ഭാഗമായിരുന്ന കുന്നത്തൂർ ഗ്രാമം. ഗ്രാമത്തിലെ പുരാതനമായ മാണിക്യമംഗലം തറവാട്ടിൽ പണ്ടെങ്ങോ മധുരയിൽ നിന്ന് വന്ന കണ്ണകി ഹരദേവതയായി അധിവസിച്ചു. കുന്നത്തൂർ ഭഗവതി, കുന്നത്തൂരമ്മ. വരപ്രദായിനിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുന്നത്തൂർ ഗ്രാമം ഐശ്വര്യസമ്പൂർണമായി. ക്രമേണ തറവാടുവക ക്ഷേത്രം ഗ്രാമവാസികൾ ഏറ്റെടുത്തു. നാടിനു തുല്യം വില കൽപ്പിച്ച് നാട്ടുരാജാവായിരുന്ന ഉദയവർമ്മൻ കോലത്തിരി നവരത്ന ഖചിതമായ മണിച്ചിലങ്ക അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ജനഹൃദയങ്ങളിൽ ആഹ്ലാദം അലതല്ലി. ദിനരാത്രങ്ങൾ ഉത്സവലഹരിയിൽ ആറാടി. രോഗശാന്തിക്കായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ക്ഷേത്രത്തിൽ വന്നുപോയി. ഇത് പഴയ സമസ്ത ഐശ്വര്യങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് അമ്മയുടെ മണിച്ചിലങ്ക ആരോ കവർന്നെടുത്തു. ദേവി രോഷാകുലേ. ഉത്സവം മുടങ്ങി. നാട്ടിൽ അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. അടച്ചുപൂട്ടിയ ശ്രീകോവിലിന് മുന്നിലായി പൂജയും തേവാരവും. ദേവിയുടെ വെളിപാടുമായി കോമരം ഉറഞ്ഞിടും. മോഷണത്തിന് പിന്നിൽ ചെമ്പകശ്ശേരി കുട്ടിക്കൃഷ്ണമേനോന്റെ കൈകളാണെന്ന് മാണിക്യമംഗലത്ത് രാവുണ്ണിമേനോൻ പറഞ്ഞു വരും. ആരോപണം ശരിവെക്കും പോലെ അയാളുടെ മകൻ അപമൃത്യുവിനിരയായി. നാളുകൾ കഴിഞ്ഞിട്ടും കുടുംബക്കാർ തമ്മിലുള്ള കലഹം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കലഹപ്രിയരായ കുടുംബക്കാർക്കും പരിഭ്രാന്തരായ ജനങ്ങൾക്കുമിടയിൽ ഇന്നിതാ കോമരം വീണ്ടും ഉറയുന്നു. എന്തിനാണോ ചാമുണ്ടി പറയണോ? വേണോ? പറയിപ്പിക്കണോ? അല്പസ്ഥലം തരൂ. അമ്മേ ഭഗവതി, അനർത്ഥങ്ങൾ ഉണ്ടാവാതെ കാത്തു രക്ഷിച്ചോണേ. അനർത്ഥങ്ങൾ ദുർമരണം കൊണ്ട് തെളിവുകൾ കാട്ടിയത് പോരെ. അമ്മയെ പരീക്ഷിക്കരുതോ. അമ്മയുടെ കനകച്ചിലന്റെ കളവ് പോയിട്ട് കാർത്തിക നാളെത്ര കഴിഞ്ഞു. അടുത്ത കർക്കിടത്തില് കാർത്തിക നാളിന് മുമ്പ് കളവ് പോയ കനകച്ചിലങ്ക കണ്ടെത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആൺ സന്തതിക്ക് അപമൃത്യുഫലം. അപമൃത്യുഫലം. അയ്യോ അമ്മേ, എന്റെ മോനെ കാത്തു രക്ഷിച്ചോണേ. അമ്മേ, കാത്തു രക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ. കാത്തു രക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ. പക്ഷെ കണ്ടെത്തണം. കനകച്ചിലങ്ക കണ്ടെത്തണം. കണ്ടെത്തേണ്ട പോലീസിനെ ആരോ സ്വാധീനിച്ചിരിക്കുക. പഞ്ചായത്ത് കമ്മിറ്റിയാണെങ്കിൽ നിഷ്ക്രിയം. പിന്നെ എങ്ങനെ കണ്ടെത്തും? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വിവരം കമ്മിറ്റിയെ ശക്തമായി അറിയിച്ചിട്ടുണ്ട്. ഒരു ഏകപക്ഷീയ തീരുമാനം ഉണ്ടാകും. നാട് ഭരിച്ചാ മതി. അമ്പലക്കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കളുണ്ട്. ചിലങ്കയെ പോയിട്ടുള്ളൂ. നീയൊക്കെ ഇങ്ങോട്ട് വന്ന അമ്പലം തന്നെ വീഴുന്നു. അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലം വക ആനയെ രാപകരില്ലാതെ പണിയെടുപ്പിച്ചിട്ട് എന്തായി? ആന ചെരിഞ്ഞു, പ്രസിഡന്റിന്റെ കീശ നിറഞ്ഞു. അനാവശ്യം പറയരുത്. ഉരുട്ടും മേന്നെ പറയുന്നതാ ഇപ്പൊ കുഴപ്പം. കണക്കില്ലാതെ വരുന്ന നടവരവിന് എന്താ ഒരു കണക്കുള്ളത്? ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ട് കാലം എത്രയായി? പോലീസ് നായ വന്ന ദിവസം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി കുടുംബസമേതം ഗുരുവായൂർ തൊഴാൻ പോയത് ആരെന്നും ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അമ്മേ ഭഗവതി, സത്യം തെളിയിക്കണേ. ദോഷാരോപം ചെയ്യുന്നവന്റെ നാവ് പുഴുത്തു പോണേ എന്റെ ഭഗവതി. എല്ലാവരുടെയും ദണ്ഡങ്ങൾ അമ്മ കാണുന്നു. മക്കൾ പരസ്പരം കലഹിക്കുന്നത് അമ്മക്ക് പൊറുക്കില്ല. പോകൂ, കോടതിയിലേക്ക് പോകൂ. പോകൂ, കോടതിയിലേക്ക് പോകൂ. ചിലങ്ക കണ്ടെത്തും വരെ ഈ അമ്മ അസ്വസ്ഥയാണ്. അമ്മേ മഹാമായേ, കോടതിയെങ്കിൽ കോടതി. സത്യമേവ ജയതേ. പഴയ പത്രക്കടലാസൊക്കെ ഇപ്പൊ കിലോക്ക് അങ്ങനെ എന്ത് റേറ്റ് കിട്ടും? എന്തിനാ സാറേ? അല്ല, എങ്ങനെയാ അതിന്റെ വില നിലവാരം? സാറിന്റെ പേപ്പർ തുടങ്ങാൻ പോവാ? ചില പദ്ധതികളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ സാറിന് ഫീൽ ചെയ്യരുത്. സാറിന് പറ്റിയ പണിയാതാ. അയ്യടാ ഹമുക്കേ, ഓന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എടാ വിദ്യാധര, ഇതിലുള്ള നിയമം മുഴുവനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ നമുക്ക് കാണാപ്പാടാ. എല്ലാം കൂടെ പേപ്പർ വിലക്ക് തൂക്കി വിറ്റാലോന്നാ. വളരെ നല്ലത്. തോൽക്കാനായി കേസ് വായിക്കുന്ന സാറിനെന്തിനാ നിയമവും നിയമപുസ്തകവും? കറക്റ്റ്. മോനെ വിദ്യാധര, ഏത് മണ്ടശിരോമണിയാ നിനക്ക് ഈ പേരിട്ട്? വിദ്യാധരൻ.
ഇന്ത്യൻ നീതിപീഠത്തെ കുറിച്ച് നിനക്ക് എന്തറിയും? ഒന്നും അറിയില്ലേ? എന്നാ ഞാൻ പറയാ, വാദിക്കുന്നത് കോഴിമല വീരാങ്കോ ആയാലും ശരി, സുബ്രഹ്മണ്യം പോറ്റി ആയാലും ശരി, സത്യമേ ജയിക്കും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇന്ന് വരെ ഞാൻ വാദിച്ച കേസിലെല്ലാം സത്യം മറുഭാഗത്തായിരുന്നു. കോടതിയുടെ വിധി. എടാ, സത്യം വാദിക്കാൻ എനിക്കൊരു കേസ് തരൂ. എന്റെ ഹൃദയം തുടിക്കുകയാണ്. എനിക്കൊരു കേസ് തരൂ. എന്റെ ഹൃദയം തുടിക്കുകയാണ്. തുടിക്കുന്നത് കടിക്കുന്നതൊക്കെ കുറിച്ച് കഴിഞ്ഞിട്ടാവാം. ആദ്യം എന്റെ കാശോട് കലക്കോ? കലയ്ക്കും കരയടക്കം ഒന്നടങ്കം വിറപ്പിച്ചിട്ടാ വരുന്നത്. കുടുംബത്തിൽ ഉടനെ ഒരു ദുർമരണം ഉണ്ടാവുന്ന വെച്ച് കാച്ചി. ആരുടെ കുടുംബത്തിൽ? എന്റെയും ആം പറഞ്ഞിട്ടാണ് എന്നെങ്ങാനും അറിഞ്ഞ അവന്മാരെന്നെ കാച്ചും. കാശുള്ളൂ. ഇനി ശരീരം ഇളകി ചാടിയതാ, അധ്വാനിച്ചതാ. ഇതുപോലെ കറുത്ത കോട്ടിട്ട് കോടതിയിൽ പോയി കള്ളം പറഞ്ഞ് കാശുണ്ടാക്കലല്ല. എടാ, ഒന്നോർത്തോ, നിന്റെ അമ്മായിയപ്പൻ രാവുണ്ണിമേനെങ്ങനെ പറഞ്ഞ നിന്റെ വായിന്ന് തന്നെ വെളിയിൽ വന്ന അമ്മായി അച്ഛന് കാശ് പിടിക്കാണ്ട് ഏത് ഒരു ദിവസം കൂട്ടുവെക്കാൻ ഞാൻ തയ്യാറാണ്. കാശി അമ്മക്ക് ഇത്തിരി നഷ്ടായിരുന്നെന്താ? ഇനി രാവുണ്ണി മേനോൻ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റൂല. ഉടനെ തന്നെ അയാൾ വക്കാലത്തേരി നമ്മളടുത്ത് വരും. ഇത്രയും കാലം ക്ഷമിച്ചു, ഇനി ഇതങ്ങോട്ട് വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല. ഭാര്യയുടെ ആങ്ങളായതുകൊണ്ടൊന്നല്ല ക്ഷമിച്ചത്, അയാൾ എന്നെ പോലെ ഒരു മേനോനായതുകൊണ്ടാ. മേനോന്മാർക്കിടയിലും പന്നന്മാരോ. ഇത്ര കാലത്തെ നീ ഇതെങ്ങോട്ടാ എങ്ങോട്ടാ രാവുണ്ണി? ഇപ്പൊ പറയാൻ മനസ്സില്ല. ഇതെന്താപ്പാ ഇയാളും വെളിച്ചപ്പാട് തുള്ളുകയാ? എങ്ങനെ തുള്ളാണ്ടിരിക്കും? എന്റെ മോന്റെ ജീവനിട്ട കണ്ടർമേനും പന്താടുന്നത്. മണിച്ചിലങ്ക കട്ട് പുട്ടടിച്ച അവന്റെ കഥ ഞാൻ കഴിക്കും. അമ്മ പാവല്ലേ അച്ഛാ? പാവമായാലും പാവയായാലും അയാൾ എന്റെ ആരുമല്ല. അയാള് നിങ്ങളുടെ മോനായതുകൊണ്ടൊരു കാര്യമില്ല. ഭയങ്കര കാട്ടുകളന, അമ്പലം വിഴുങ്ങി കണ്ടാമൃഗമേനോ. എന്താ രാവുണ്ണിയത്? കുന്ത. എന്റെ ഭാര്യ എത്തേലും എനിക്ക് ഒരു ദണ്ണമില്ല. നിങ്ങളുടെ മോളല്ലേ അവള്. അവളോടൊപ്പം കുറെ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കള്ളനായനെ. മുല്ലപ്പൂമ്പൊടി ഏറ്റു കടിക്കും, കല്ലിനും ഉണ്ടാ. കിടക്കും. കടിക്കേ കിടക്കേ നടക്കേ എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ. അല്ല, ഇത്ര കാലത്തെ എങ്ങോട്ടാ പടപ്പുറപ്പാടെന്ന് പറഞ്ഞില്ലല്ലോ. അത്രേ ഉള്ളോ? നിങ്ങളുടെ മോനുണ്ടല്ലോ, കുട്ടിക്കൃഷ്ണമേനോൻ. എന്താ മനസ്സിലായില്ലേ? എന്റെ ഭാര്യ സഹോദരൻ. ചിലങ്ക മോട്ടിച്ച് ലക്ഷങ്ങളാ അടിച്ചു മാറ്റിയത്. നിയമവും കോടതിയും വക്കീലൊന്നും ഇല്ലാത്ത രാജ്യമല്ലല്ലോ അത്. എല്ലാം ഞാൻ തെളിയിക്കും. അഴി എണ്ണുമ്പോ അറിയും ഈ മാണിക്യമംഗലത്ത് രാവുണ്ണിമേനോൻ ആരെന്ന്. മോനെ സുധി, നീ ചാകാൻ ഈ അച്ഛൻ അനുവദിക്കില്ല. മോനെ സുധി, മോനെ സുധി, മുടിഞ്ഞു പോയിട്ട് അവന്റെ കിന്തി. ഉണ്ടടാ, ആപ്പ് കൊണ്ടുവന്നുണ്ടടാ. എത്ര വേണം പറയടാ. അധിക ഷൈനിങ് വേണ്ടട്ടോ. കഷ്ടകാലത്തിന് തും മേരാ ബാപ്പായി പോയി എന്ന് വിചാരിച്ച് മെക്കട്ട് കയറുക. എനിക്ക് സന്തോഷായി. അച്ഛനെ പോലെ തന്റേടിയായ മകൻ. മേരാ ഭാരത് മഹാൻ. അതേടാ, ഭരതനെ പോലെ എന്റെ മോനും വീരനാടാ, ധീരനാടാ. മേരാ ഭാരത് മഹാൻ. എന്താ സംശയമുണ്ടോ നിനക്ക്? അച്ഛന്റെ മോനല്ലേ ഞാൻ. എനിക്ക് മാതുള്ളായ കംസനെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അധർമ്മിയും അഹങ്കാരിയും അമ്പലം വിഴുങ്ങിയും കുടുംബത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്ന നിന്റെ മാതുള്ളനായ ചെമ്പകശ്ശേരി കുട്ടിക്കൃഷ്ണമേനോനെ പരാജയപ്പെടുത്തി അയാൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മണിച്ചിലങ്ക കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക്? ഭയമാണല്ലേ? വേണ്ട, ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കാവടാ ഞാൻ.
ശരിക്കും പേടിച്ചു പോയല്ലേ? പേടിക്കാനോ? ഞാനോ? ഓടി പെണ്ണേ. എന്നിട്ട് എന്താ വിയർക്കുന്നേ? അതോ, അത് വെളിച്ചപ്പാട് തുള്ളി ഞങ്ങൾ പുള്ളിക്കാരന്റെ കൂടെ തുള്ളി. ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. നീ വേഗം അമ്പലത്തിലേക്ക് ചെല്ലി. പോ. ഞാൻ ഉടനെ അങ്ങ് എത്തും. വീട്ടിൽ കാണണം. കാണും. നീ വേഗം പോയിട്ട് വാ. എന്താ പാപ്പ? ആഹാ, ഒരുങ്ങിക്കഴിഞ്ഞോ? ഇത്ര പൊലച്ചക്ക് എങ്ങോട്ടാണാവോ? കേബിൾ സെന്ററിലോട്ടാ. ഇന്നിത്തിരി പണി കൂടുതലാ പാപ്പ. എന്തൊരു വിനയം, എന്തൊരു താഴ്മ. നിന്റെ ഉമ്മക്കില്ലല്ലോ ഇതൊന്നും. മോനെ നജീബേ, ഇത്രയും താഴ്മ പാടില്ല. ഇത്രയും താഴ്മ കാണിക്കുന്നവന്റെ പുറത്ത് നാട്ടുകാർ പുരവെക്കും, കയറി താമസിക്കുകയും ചെയ്യും. ബാപ്പാനെ പോലെ കരുത്തും കളത്തിലും ഒന്നും ഇല്ലാണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റൂല മോനെ. മനസ്സിലായി പാപ്പ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിലോട്ട് ചെന്ന് വാട്ടിമുട്ട ഒരു 8 എണ്ണം പൊട്ടിച്ചോണ്ട് വാ. ശരീരം ചൂടോടെ നിൽക്കുമ്പോ വല്ലതും കഴിച്ചാലേ ദേഹത്ത് പിടിക്കും. ചെല്ലി പോ. മുട്ട പൊട്ടിക്കാൻ പറ്റേ? ഏത് വാഹനാണ് ഇയാളിത് എവിടെ പോയി കിടക്കാൻ? ഒരു കാര്യത്തിന് വന്നത് എന്താ? ഇയാൾക്ക് എന്തു പറ്റി? പേ പിടിച്ചോ? മനുഷ്യനെ പേടിപ്പിക്കാൻ നിർത്തണോ? തുള്ളല് കഴിഞ്ഞോ? തന്റെ തുള്ളല് കഴിഞ്ഞൊന്നും ഞാൻ എങ്ങനെയാണോ അറിയുന്നേ? അതല്ല വേന്നെ വെളിച്ചപ്പാട്ടിന്റെ തുള്ളല്. കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? നമ്മുടെ ഈ നാട്ടില് ഞാൻ അറിയാതെ വല്ല കാര്യം നടക്കും. തുള്ളിയതും അറിഞ്ഞു, തുള്ളി പറഞ്ഞതും അറിഞ്ഞു. സാരില്ല, ഞാനല്ലേ കൂടെ ഉള്ളത്. എല്ലാറ്റിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്നെ മരുമോൻ വന്നല്ലോ. വിദ്യാധര, ഇനി പോയി വാതിലോർക്കൂ. അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ എന്തൊരു സ്നേഹം. വേണ്ട വേണ്ട. എടോ, എന്റെ ഗുമസ്തനായതുകൊണ്ട് പറയല്ല. ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മൂക്കിട്ട് ഭാഗ്യാന്ന് വെച്ചോ. താനല്ലാതെ വല്ലോരും ഇവനെ വീട്ടിൽ കയറ്റാതിരിക്കോ? തങ്കപ്പെട്ട സാധനം. മനുഷ്യനിവിടെ ആദ്യ കയറി നിൽക്കുക. പരിഹാരം പറയണോ? IPC 206. അല്ലേ വേണ്ട, അതെനിക്ക് വഴങ്ങൂല. നമുക്കേ 406 വെച്ച് ചാമ്പ്യാലോ? എന്ത് പണ്ടാറം വെച്ച് കാച്ചിയാലും വിരോധമല്ല. ആ കുട്ടികൃഷ്ണൻ ഒന്ന് തറ പറ്റിക്കണോ? ഒരുത്തന്റെ മനസ്സിലിപ്പം നടക്കാൻ പോണില്ല. കള്ളനാണെന്ന് ആരോപിച്ച് എന്നെ പുകച്ച് പുറത്താക്കിയിട്ട് അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് ആവാനുള്ള അവന്റെയൊക്കെ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇവനൊക്കെ മലബാറിൽ കാണുമ്പോ ഞാൻ അങ്ങ് മൈസൂരിൽ കാണും. മനസ്സിലായോ നിനക്ക്? മൈസൂരിങ് അടുത്തല്ലേ, നമുക്ക് മഹാരാഷ്ട്ര വരെ കണ്ടാലോ? വേണ്ട വേണ്ട, അതിപുതി ഉപയോഗിക്കരുതേ. താനമണ്ട ചെയ്യും. ചെമ്പകശ്ശേരി കുട്ടികൃഷ്ണ മേനോൻ ആരാണെന്നാ നീ കരുതിയേ? അല്ല, നന്ദിനി കുട്ടിക്കുള്ള പൂ താഴെ പോയെന്ന് പറയുകയായിരുന്നു. ശശിയേട്ടാ, മുല്ലപ്പൂ എവിടെ? പിടിച്ചോ. ഭഗവതിക്ക് മാല കെട്ടാനാണോ അതോ ഇവക്ക് മാല കെട്ടാനാണോ നിന്നെ അമ്പലത്തിലെ കളയക്കാരനാക്കിയിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടാ. പെമ്പിള്ളേരെ ഇത്തിരി പൂവൊക്കെ ചൂടിച്ചു വേണം പുറത്തേക്ക് വിടാൻ. ഓ, അഴകിയ രാവണൻ എഴുന്നള്ളുന്നുണ്ട്. ഇന്നത്തെ ദിവസം പോക്കാം. രണ്ടാക്കും എന്താ വല്ലാത്തൊരു ചിരി? ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല പ്രതാപേട്ടാ. രണ്ടിന്റെയും കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്നെയൊക്കെ നിലക്കേർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ശരിക്കും നോക്കണേ പ്രതാപേട്ടാ. സുഭദ്രേ പറഞ്ഞത് കേട്ടല്ലോ. കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നീ എന്റെ മുറപ്പെണ്ണ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്ത് താലി കെട്ടോണ്ടാണ് ഞാൻ. നന്ദിനിക്കുട്ടി, കല്യാണത്തിനുള്ള മാല ശശിയേട്ടന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റിട്ടോ. അത് മതിയല്ലോ പ്രതാപേട്ടാ. ഓടെയാണ് അവിടെ. സുഹൃത്ത്, അല്പം കൂടി കിഴക്കോട്ട്. കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. അരേ തോ ബതാവോ, പൂരബ് തരഫ് കുമാരാ ഹോ യാ പശ്ചിം തരഫ് കുമാരാ ഹോ? സുഹൃത്തെ, മർത്തിന് പെട്ടമ്മതൻ ഭാഷ താൻ മലയാളത്തിൽ പറയണ. എന്നിട്ട് കിഴക്കോട്ട് തിരിക്കണ. കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടതെന്ന് നിങ്ങൾ ഒന്നുകൂടി തീരുമാനിക്കും. എന്നിട്ട് പറ. കിഴക്കോട്ട് വെച്ചാൽ ഏതൊക്കെ ചാനലാ സുഹൃത്തെ കിട്ടുക? കിഴക്കോട്ട് വെച്ച തുണി ഉടുത്ത മനുഷ്യന്മാരുടെ പ്രോഗ്രാം, പടിഞ്ഞാറോട്ട് വെച്ച തുണി ഉടുക്കാത്ത മനുഷ്യന്മാരുടെ. എങ്കിൽ പടിഞ്ഞാറോട്ട് തന്നെ മതി. ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്ര രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം. അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂരത്തിനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി. സുഭാഷ് സുഹൃത്തെ, സുഭാഷ്. ആന്റിനെ പടിഞ്ഞാട്ട് തന്നെ ഉറപ്പിച്ചാട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമദാനം നടത്താം. കിടാവേ,
അയ്യോ സുധി, എന്തിനാ ഇതിന്റെ മോള് കയറിയത്? കാലെങ്ങനെ സ്ലിപ്പായി വീണ? ദൈവമേ, നിങ്ങൾക്ക് നാണമില്ലായിരുന്നല്ലോ സുധി മേലോട്ട് കയറ്റാൻ. വെളിച്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ? കഷ്ടം കേട്ടോ. ഇങ്ങോട്ട് വന്നേ. കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി. എനിക്ക് പിന്നെ ആരാ? സുഹൃത്തെ, അതോർത്ത് വിഷമിക്കണ്ട, നിനക്ക് പിന്നെ ഞാനുണ്ടല്ലോ. പോടാ സുഗ്രീവ. വാഗടാവേ, ഇവിടെ മുഴുവൻ ഔട്ട് ഓഫ് ഓർഡറാ. വന്നിട്ട് വേണം പണി തീർക്കാൻ. ചെല്ലി തനിച്ചായല്ലേ, പേടിക്കണ്ട, കൊണ്ടുവിടാൻ ഇവിടെ ആളുണ്ടല്ലോ. ബാക്കിയുള്ളവൻ എന്നും എങ്ങനെ വിധവനായി കഴിയാനായി. ഇന്ന് ഇനി അവനെ നോക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നീ മോള് കയറി. ഉയരങ്ങൾ കീഴടക്കാൻ വെമ്പുന്ന മനസ്സല്ല സുഹൃത്തിന്റെ. ദയവ് ചെയ്ത് ഇന്ന് നീ കയറി. കുഞ്ഞു മെല്ലെ സൈഡ് ചേർന്ന് വലിഞ്ഞു നടന്നോളും. പോ. ഇന്നത്തെ പിരിവ് എങ്ങനെ ഉണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ലേ? കലിങ്ക് പണിയുന്ന കോൺട്രാക്ടർ കയ്യിൽ 2000. ചന്തയെ ടോള് പിരിക്കുന്ന ആളുടെ 500. റോഡ് പണിയുന്ന ആരാടോ? ഐക്കരയിലെ തോമാച്ചനാണേ. അയാള് പുളിങ്കുരു ആണോ തന്നത്? അയാളും തന്നു 1000. ഇനി അധികാലം വാങ്ങേണ്ടി വരില്ല. ശേഷിച്ച കാലം നീ തരുമോ? ആട്ടം നിർത്തടോ. നിർത്തിയേ. പട്ടിയെ പൂട്ടിയോ? കൊരക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല. ഞങ്ങൾക്ക് പേടിയാ. എനിക്കും പേടിയാ. പട്ടി എത്തുപോയി. എല്ലാരും ഞാത്തോട്ടൊരു പോരെ. യോഗം തുടങ്ങിക്കോ. എന്തിനാ വേറെ പട്ടി? കറക്റ്റ്. എന്തുവാടോ ഇത്? സുധിമനെ വാ, ഇരിക്കേ. ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാവോ? മിസ്റ്റർ വെളിച്ചപ്പാട് പറഞ്ഞു കേട്ടില്ലേ? എത്ര നാളെന്ന് വിചാരിച്ച പേടിച്ച് വീട്ടിലിരിക്കുന്നത്? ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ. ഈ പ്രസിഡന്റ്, ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇവന് യാതൊന്നും സംഭവിക്കില്ല. ശരിയാ. നിന്നെ കണ്ട കാലം പോത്തടക്കം പേടിക്കും. തമാശയാണെങ്കിലും പ്രസിഡന്റ് പറഞ്ഞത് സത്യമാ. ഇവൻ ജനിച്ചേ പിന്നെ ഒരൊറ്റ മരണം പോലും ഇവന്റെ വീട്ടിലുണ്ടായിട്ടില്ല. കഷ്ടം. അധികം തമാശ എടുക്കല്ലേ. വന്ന കാര്യം പറടാ, എനിക്ക് പോണം, ഉറക്കം വരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഉപകാരോ? അയ്യോ, ചുമ്മാ വേണ്ടപ്പാ, കമ്മീഷൻ തരാം. എന്താന്ന് വെച്ചാ പറഞ്ഞ ഓർഡർ ഇപ്പോഴേക്കാം. നമ്മുടെ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ? സംസ്കാരത്തിന്റെ ആയിരിക്കും. ഉത്തമ, നീ അധമന്റെ പണി കാണിക്കരുത്. എന്തിന്റെ കുറവാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? പറയൂ, ഈ പ്രസിഡന്റ് ചേട്ടൻ പരിഹരിച്ച് തരും. സാംസ്കാരിക നിലയത്തിൽ TV ഉണ്ടല്ലോ. ഉണ്ട്. ഒരു കേബിൾ കണക്ഷൻ എടുത്താൽ ഞങ്ങൾക്കൊരു ഉപകാരമാവും, പ്രസിഡന്റിന് പേരുമാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവട്ടെ. പ്രശസ്തനും പ്രതിഭാസമ്പന്നനും സകലകലാ വല്ലഭനുമായ ഒരു അതിഥിയെ കൊണ്ടുവേണം അത് ഉദ്ഘാടനം ചെയ്യിക്കാൻ. ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആവാം. പോയോ ശാസ്ത്രിയോ? പണ്ടാരും പോയോ? എനിക്ക് വയ്യാണ്ടായി വരെ രാവണിയെ. അതിനു മുമ്പ് ഇവന്റെയും നന്ദിനിക്കുട്ടിയുടെയും കല്യാണം അങ്ങ് നടത്തണം. അതെ, നന്ദിനിക്കുട്ടി ഇങ്ങ് വന്നു കഴിയുമ്പോ മുത്തശ്ശിക്ക് സമാധാനാവും അല്ലേ അച്ഛാ? ആ കാട്ടുകളന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാനോ? കുഞ്ഞുനാളിനെ പറഞ്ഞു വെച്ച കാര്യല്ലേ രാവണി. പിന്നെ ഇവന്റെ അമ്മ ലക്ഷ്മിക്കുട്ടി കണ്ണടയ്ക്കും മുമ്പ് പറഞ്ഞതൊക്കെ ഈ മറന്നു പോയോ? പണ്ടുണ്ടതും പാളയെ കുറിയൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചു അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പോ കല്യാണം ഒന്നും ആരും ആലോചിക്കണ്ട. അതെ, സമയാവുമ്പോ ആലോചിക്കാം. എന്റെ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ബാക്കി കൊടുത്ത് ഞങ്ങളെ അങ്ങോട്ട്. ഇനി 5 പൈസ അവന് കൊടുക്കില്ല. ഏരണം കെട്ടവൻ. ഇങ്ങ് വരട്ടെ, വേണ്ടി വന്ന ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കും. ചേച്ചി അങ്ങോട്ടിരുന്നേ. ചേട്ടന് കൊടുക്കാനുള്ള പൈസ കുറേശ്ശെ ഞാൻ കൊടുത്തോളാം. നമ്മുടെ കേബിൾ TV അങ്ങ് പച്ച പിടിച്ച് വരികയല്ലേ. ശുക്രിയ. പ്രേതങ്ങളുടെ ശബ്ദം.
പ്രേതങ്ങളൊക്കെ ഉറങ്ങാൻ പോയി. അച്ഛൻ പോയി കിടന്നാട്ടെ. മനുഷ്യരെ പേടിപ്പിക്കുന്ന ഈ പുരാവസ്തുക്കളൊക്കെ കൂടി വെട്ടി അരിയും ഞാൻ. പിന്നെ മേരാ ഭാരത് മഹാൻ. പേടിത്തൊണ്ടൻ. കിടാവേ കിടാവേ രാവ് നിന്റെ അപ്പൂപ്പൻ. സുധി വേണ്ട കേട്ടോ. ഇനി എന്റെ കിടാവ് പൊക്കോ പൊക്കോ പൊക്കോ. അങ്ങനെ ഇപ്പൊ പോണില്ല. ഓഹോ, എന്നാ നീ ഇവിടെ നില്ല്, ഞാൻ പോകാം. പോവും. ഇത് സുധിക്കായിട്ട് കൊണ്ടുവന്നതാ. ഇത് മുഴുവൻ തിന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്റെ പൊന്നു നന്ദിനിക്കുട്ടിയെ, ഇതിന് പകരമായി നിനക്ക് ഞാൻ ഒരു കെട്ട് പുല്ല് വാങ്ങിത്തരട്ടെ. അത് പറ്റില്ലെങ്കിൽ കാലിത്തീറ്റ വാങ്ങിത്തരാം. അയ്യോ, അതും പറ്റില്ല. കാലിത്തീറ്റ മുഴുവൻ നമ്മുടെ ഒരു മന്ത്രി അങ്ങ് തിന്നു. ഇതൊക്കെ അല്ലാതെ എന്റെ കിടാവേ നന്ദിനിക്കുട്ടിയെ, നിനക്ക് ഞാൻ എന്താ വാങ്ങിത്തരാം? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ. ഇവരിത് എവിടെ പോയി കിടക്കുക? എന്റെ കുന്നത്തൂർ ഭഗവതി, എന്റെ കുഞ്ഞിനൊരാപത്തും വരാതെ കാത്തോണേ. ഓ, എന്റെ തള്ളേ, അറം പറ്റുന്നൊന്നും ഇങ്ങനെ പാടാതെ. കണ്ടിരിക്കുന്നതും കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ രാവണിയെ, അവനൊരു ആപത്തും വരില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവനിത് എവിടെ പോയി കിടക്കുക? യമദേവാ, ഭഗവാനെ, എന്റെ മോനെ ഉടനെയൊന്നും കൊണ്ടുപോകരുത്. അവനെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അച്ഛാ, അച്ഛന് എന്ത് പറ്റി അച്ഛാ? നീയായിരുന്നോ? പിന്നെ ഇത്ര ഇരുട്ടും വരെ നീ എവിടെയായിരുന്നടാ? മനുഷ്യനെ പേടിപ്പിച്ചോളന്നല്ലോ. എന്റെ അച്ഛ, നാളെ കമ്മ്യൂണിറ്റി ഹാളിൽ കേബിൾ കണക്ഷൻ ഉദ്ഘാടനമാ. അതിന്റെ കൂടെ 1-2 കണക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അച്ഛന്റെ മനസ്സിൽ തീയ മോനെ. കുന്നത്തൂരമേ വിളിച്ചോണം ഏതു നേരവും. വെളിച്ചപ്പാട് പറയുന്നത് കേട്ട് എന്റെ പൊന്നമ്മ വിഷമിക്കണ്ട. അച്ഛന്റെ വിളിപ്പുറത്താ കുന്നത്തൂരമ്മ. കണ്ടോ, പറഞ്ഞു നാവെടുത്തില്ല. എന്റെ മോന് 100 ആയുസ. ഭഗവാനേ, കൃഷ്ണ ഗുരുവായൂരപ്പ. സ്റ്റോപ്പ്. വണ്ടി പോട്ടെ. നന്ദിനിക്കുട്ടിയെ, ഒന്നിറങ്ങിക്കേ, 1 മിനിറ്റ്. എന്താ സ്ഥിതി? എന്റെ തോന്നലാണോന്നറിയില്ല, ഒരു ചാണക മണമില്ലേ? നീ എന്നെ അടിച്ചല്ലേ? ഉമ്മക്കിടി. പിന്നെ വെക്കും. വെക്കത്തില്ലേ? ഇല്ല. വെക്കത്തില്ല? ഇല്ല. ആഹാ, കുടുംബത്തിലെ അടുത്ത ആണ്ടരി അപമൃത്യു, ദുർമരണം, മോച്ചോ അപമൃത്യു, ദുർമരണം, മോച്ചോ വേമച്ചോ. പനി നീ പൊയ്കകൾ മിഴികൾ ഇളനീ തുള്ളികൾ മൊഴികൾ കുരുന്നു കൂവള പൂക്കൾ കുളിരണിഞ്ഞ കിനാക്കൾ മധുരശാരിക നിന്റെ മനസ്സുമാമയിൽ തൂവൽ. കളഭതുങ്കു
കുങ്കുമമണിയുമ്പോൾ കർണികാരം വിരിയുമ്പോൾ പുലർനിലാവേ നിൻ കവിളി പൂത്തു നിൽക്കും നവരാഗം കഥ പറഞ്ഞും കവിത പാടിയും കണ്ണിലേതോ കൊതിയുമായി നീ അരികിലടയാം ഞാൻ ആർദ്രഭാവുകമായി. കാണാവേണുവിലെ പാട്ടിൻ ഈണവുമായി കാറ്റും കൂടണയാറായി മോഹപ്പൂവണിയാറായി പനിനീ പൊയ്കകൾ മിഴികൾ ഇളനീ തുള്ളികൾ മൊഴികൾ കുരുന്നു തൂവള പൂക്കൾ കുളിരണിഞ്ഞ കിനാക്കൾ ശിശിരനൂപുരവാടികളിൽ ശലഭമായി ഞാനണയുമ്പോൾ പ്രണയമുതിരും തൂമധുവായി പെയ്തിറങ്ങി നിൻ ഹൃദയം. കരളിനുള്ളിൽ കനവു കോർക്കും കസവു നൂലിൻ ഇഴകൾ നെയ്യാൻ കാത്തിരിപ്പൂ ഞാൻ ഓർത്തിരിപ്പൂ ഞാൻ ഓരോ രാത്രിയിലും സ്വപ്നം കണ്ടുണരാൻ നീ എൻ നെഞ്ചടയണം. കാണാം പൊന്നൊഴിയണം. പനിനീ പൊയ്കകൾ മിഴികൾ ഇളനീ തുള്ളികൾ മൊഴികൾ കുരുന്നു കൂവള പൂക്കൾ കുളിരണിഞ്ഞ കിനാക്കൾ മധുരശാരിക നിന്റെ മനസ്സ് മാമയിൽ തൂവൽ രണ്ടിനെയും കൂടി ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. എന്തോ ഉദ്ദേശമാണ് നിന്റെ പുറപ്പാട്? തന്റെ ഉദ്ദേശം തന്നെ എനിക്കും. ഇവള് നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ എന്റെ അമ്മാവന്റെയും മോളാ. അധികം കളിക്കല്ലേ. വണ്ടിയെന്ന് കൈയെടുത്തിട്ട് മോനോട് മാറി നിന്നേ. മാറിക്കടാ. ചൂടാവ് എന്റെ മോൻ ശരിക്കും ചൂടാവും. പാവം. ആ അടുത്ത കാർത്തി വിളക്കിന് മുമ്പ് നിന്റെ കഥ കഴിയല്ലടാ സുധീഷ്ണ. എന്റെ മോൻ ഒരാഗ്രഹവും ബാക്കി വെക്കരുത്. ചൂടാവ്. ചൂടാവണം. വേണ്ട. അടുത്ത കാർത്തികൾക്ക് വരല്ലോ നീ. മേസ്ത്രി അല്ല ശാസ്ത്രി. ശാസ്ത്രി എങ്കിൽ ശാസ്ത്രി. താൻ എന്റെ പിന്നാലെ ഇങ്ങനെ ചൊറിയും കുത്തി നടന്നാ പോരാ. എന്തോ എടോ, തനിക്ക് ഞാനൊരു വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നു. താൻ എന്നെ പോലെ വെറും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായ മാത്രം പോരാ. MLA, മന്ത്രി, അങ്ങനെ തന്നെയും കാത്ത് വലിയൊരു ഭൂവിഭാഗം കാത്തിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ടില്ല, കഞ്ഞിയാ കുടിച്ചത്. എടോ മണ്ടൻ കുണയപ്പി, എനിക്ക് ശേഷം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാ? താനല്ലേ? അതെ. അത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? പോരായേ. പിന്നെ അത് ജവഹരേട്ടൻ തീരുമാനിക്കണം. ആ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ സൊറ പറഞ്ഞു നടന്നോ? സൊറ പറഞ്ഞ് നടക്കല്ലേ തന്നെ. ഞാൻ ഇവരൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കായിരുന്നു. എന്നെ പോലെ സോഷ്യലിസം പറഞ്ഞ് ഭാവി ജീവിതം ഭാസുരമാക്കട്ടെ. ഭാസുരമാക്കി തന്നെ കൊണ്ടൊരു പുല്ലും നടക്കുകയില്ല.
എടോ ചെമ്പകശ്ശേരി കുട്ടിക്കൃഷ്ണമേനോൻ കരം മുടിപ്പിച്ചേ അടങ്ങൂ. താൻ അറിഞ്ഞോ? ഇല്ല. അമ്പലക്കുളം പറ്റിച്ച അയാൾ മീൻ പിടിക്കാൻ പോവാ. നന്നായി. കുറെ കാലമായി നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട്. നീ 5-6 കിലോ വരാലെ, കരിമീൻ, കാരി, കുരി, മുശി, പള്ള വാങ്ങി കൂട്ടിക്കോ. കൂട്ടുന്നവനൊക്കെ കൊടല് പുടുത്ത് ചാകും. എന്താ മീൻ എയ്ഡ്സ് ഉണ്ടോ? എടോ ദേവി കോപിഷ്ടയാ. തന്റെ പഞ്ചായത്ത് കത്തി ചാമ്പലാകണ്ടെങ്കിൽ വാടോ, വന്ന അയാളെ തടയടോ. എന്താ എനിക്ക് പേടിയുണ്ടോ? ഹേയ് പേടിയൊന്നുമില്ല. അല്ല ഞാനും കൂടെ പാടും. ഒരു കൂട്ടിൽ വേണോ പ്രസിഡന്റ്? എന്തൊരു നാശാ ഈ വെള്ളത്തിന്. എങ്ങനെ നാറാതിരിക്കും? എന്റെ അറിവില് 10-20 കൊല്ലം മുമ്പം കണ്ടാ ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നു. ഈ മീൻ ചത്തു പൊന്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് നടക്കാൻ പോണില്ല. ഇപ്പോഴും നടക്കില്ലടോ. സ്വന്തം മോന്റെ കാറ്റ് പോയപ്പോഴെങ്കിലും പഠിക്കണടോ. മനസാക്ഷിയില്ലാത്ത മരങ്ങോടൻ. എന്തുവാടോ ഈ ശരീരത്തിനകത്ത്? മാങ്ങ ഉപ്പിലിട്ടിരിക്കുക. രണ്ടെടുത്ത് തരട്ടെ. ചൂടടങ്ങാൻ പറ്റാ. ശംഖൂതാൻ വന്നോൻ ശംഖൂതിയാ മതി. കരക്കാരെ ഊതാൻ വന്നാലുണ്ടല്ലോ തല്ലിക്കൊന്ന് കല്ല് കെട്ടി വെള്ളത്തിൽ താത്തും. കുന്നത്തൂർ ഭഗവതിയാണ് സത്യം. എന്റെ വീട്ടുകാരാണേ നാട്ടുകാരാണേ സത്യം. ഈ കുട്ടിക്കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യത്തുമില്ല. പിന്നെ കണ്ട എമ്പോക്കിയൊക്കെ വാ പൊളിക്കുന്നുണ്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കാൻ. കുട്ടിക്കൃഷ്ണൻ കുഴിയാനിയൊന്നല്ല. മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, കുടുംബക്കാർ തമ്മിലുള്ള വാശി തീർക്കാൻ കരക്കാരെ മുടിപ്പിക്കരുത്, ദേവിയെ പ്രകോപിപ്പിക്കരുത്. ആ കുട്ടികൃഷ്ണനെ മോട്ടോർ ഓഫ് ആക്ക്. ഒന്ന് മാറുക. ഇപ്പൊ രക്ഷപ്പെട്ട ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. വന്ന് കയ്യേറ്റം വരെയായി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. ഒച്ചപ്പാടുണ്ടല്ലോ അയാളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇരുതലമുറി നവഗ്രഹപ്പാര. ആ ശകുനിക്കിട്ടൊരു പണി കൊടുക്കണം. നീ നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിന്റെ അച്ഛനെയും അമ്മാവനെയും അയാൾ ശരിക്ക് വഹിക്കും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെളിച്ചപ്പാട് എന്ത് പറയുന്നു അതാ രണ്ടുപേർക്കും വേദവാക്യം. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാട് അവരെ മൂടോടെ വിഴുങ്ങുന്നു. അത്രേ ഉള്ളൂ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ. ഏതന്നെ? അത് തന്നെ എന്ന്. എന്താ വെളിച്ചപ്പാട്? എന്താ പറയാ? 4-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപൻ മൗഢ്യം പ്രാപിച്ച് ഗുളികനോടുകൂടി മഹാപാതകാധിപനായി നിൽക്കുക. ഭാവാധിപൻ മഹാപാതകത്വം വഹിച്ച് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാം. ശക്തമായ ശത്രുദോഷം ഫലം. എന്താ പ്രതിവിധി? കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പൂജ, മൃത്യുഞ്ജയ ഹോമം, പിന്നെ വിഘ്നേശ്വരന് ഒരു 50 തേങ്ങ. 50 മതിയോ? അതോ 150 ആയാലോ? ആവാം, ധാരാളം ആവാം. എന്താ മേനെ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് വേഗാവട്ടെ. ശത്രുവിന്റെ ദൃഷ്ടി പതിയുന്നതിന് മുമ്പേ നാളികേരം എറിഞ്ഞുടയ്ക്കണം. വെള്ളം തടാ മോനെ. ഒന്ന് വേഗം എടുത്തോളൂ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാന്നേ. 37, 37, 38, 39, 39, 40, 41, 43, 44, വന്നോളൂ. ഇത്തിരി കുഴപ്പമില്ല, വന്നോളൂ. 46, ആ ഭാഗത്ത് 48, 49. ശത്രുവിനെ സമകരിക്കാൻ എന്റെ പൊന്നു ഭഗവതി. താളത്തെ കിടത്താനുള്ള ശക്തി തരണേ എന്റെ പൊന്നു ഭഗവതി. അതിന് ബോൺ വിറ്റ കഴിച്ചാ പോരെ പൊന്നു ഭഗവതി. കുടുംബകലഹമുണ്ടാക്കാൻ
നിൽക്കുന്ന ചിത്രശക്തികളെ തകർക്കണേ എന്റെ പൊന്നു ഭഗവതിയെ. ഇത് ശ്രദ്ധിച്ചോളണം. പദവിന്യാസം ആരംഭിക്കാൻ പോയാണ്. മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? ചെയ്യൂ. 1 2. മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? നിർത്ത. ഓ, നീ എന്റെ പെങ്ങളായി പോയല്ലോടി ഹിട്ടമ്പി. മാറിക്കങ്ങോട്ട് മാറ്. മുഖഭാവം ഭദ്രം, കരാങ്കുലികൾ മ്ലേച്ഛം. ഗുരുമുഖം ശ്രദ്ധിക്കൂ. വലത് കൈയിൽ ഹനുമാൻ മുദ്ര, ഇടത് കൈയിൽ പത്മം. എന്തിനാ ഈ പാടുപെടുന്നത്? ജന്മം കൊണ്ട് തന്നെ ഒരു ഹനുമാനല്ലേ? ആ ഹനുമാൻ കളിയൊക്കെ തീരാൻ പോവാ. അമ്മായി അറിഞ്ഞില്ലല്ലോ? ദേശീയവും അന്തർദേശീയവുമായ 60-ൽ പരം ചാനലുകളുമായി സൺസാറ്റ് വിഷ്ണു ഇതാ ചെമ്പശ്ശേരിയിലും എത്തുകയായി. പഠിക്കുന്നവർക്ക് UGC, കണ്ടുപിടിക്കുന്നവർക്ക് ഡിസ്കവറി, കുട്ടികൾക്കായി സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഹനുമാനില്ല. വീട്ടമ്മമാർക്കായി പാചകരംഗം, ലോകോത്തര വാർത്തകൾക്കായി BBC, ABC, CBS തുടങ്ങിയവ. മലയാള സിനിമ ഏത് ചാനലാ? DD4, DD5, DD6. എന്തിനാ വെറുതെ മലയാള സിനിമകൾ കണ്ട് ജീവിതം പാഴാക്കുന്നത്? ഹിന്ദി സിനിമകൾ കാണൂ, ഹിന്ദി പഠിക്കൂ, അതിൽ അഭിമാനിക്കൂ. ATN, GTN, KTC ഹിന്ദി പടങ്ങൾ മാത്രം. തമിഴ് സിനിമയോ? സൺ, മൂൺ, സ്റ്റാർ. വിഡ്ഢികൾക്കായി പ്രത്യേക ചാനലുകൾ ഒന്നുമില്ല. എന്നാൽ നൃത്തം തപസ്യയാക്കിയ മൃണാലിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ, ഭാരതി ശിവജി, അമ്പലപ്പുഴ രത്നമ്മ, കൊടുങ്ങല്ലൂർ രാധ, തൃക്കുന്നപ്പുഴ രാധാമണി, ഇവരിൽ ആരാണ് മോശം? അവരുടെ പദവിന്യാസം കണ്ടോളൂ. എന്താടാ പാടിയത്? പൊന്മണി കൊയ്യാൻ പാകടി. ഒന്നുകൂടി കേക്കട്ടെ. പൊന്മണി കൊയ്യാൻ പാടോ. എന്ത് വേക്കു തടയത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. ഓ ആട്ടൂർ കൂത്തും വേണ്ടോ എന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? 8 ഗുണം 10 ഗുണം. ഒരു ഉഗ്രം കിളി. അവൾ ഇങ്ങോട്ടാ വരുന്നത്. എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടാണെന്നാ തോന്നുന്നു. ഭ്രമിച്ചിട്ടല്ല, പേടിച്ചിട്ടായിരിക്കും. അന്ന് ഇവനെ കണ്ടായിരിക്കും. ഇവനെ പോടാ. सब कुछ अच्छा लगता है. मंदिर, इधर का लोग, ये जगह, सब कुछ अच्छा लगता है. देखो हिंदी बोली लड़की. नमस्ते बाबूजी. नमस्ते भैया. नमस्कार. നമസ്കാരം. नमस्कार. ലड़की बाबूजी का मुंह तो कोपचापन पूछी को है. എന്താ മോളെ കാണിക്കുന്നത്? കൊച്ചു കുട്ടിയല്ലേ, ഇനിയും കാണിച്ചോട്ടെ. തൊട്ടോട്ടെ, ഇനിയും തൊട്ടോട്ടെ. സോറി. ആ പിന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസം ഏതാണെന്നറിയാം? കർക്കിടകത്തിലെ കാർത്തികയാണ് സാറേ. ശരി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ഓ ചലോ. സുധി, ബാബുജി എന്ന് വെച്ച ഗാന്ധിജി എന്നല്ല അർത്ഥം? അതെ, കണ്ടാൽ മുത്തച്ഛന്റെ പ്രായം തോന്നുന്നവരെയും അങ്ങനെ വിളിക്കാം. നിന്നെ പിന്നെ ഒരു മുഴുക്കാപ്പിന്റെ രസീത് കൊടുത്തേര്, അതിനുള്ള ചന്ദനം നിന്റെ മോന്തയിലുണ്ട്. ഏതായി കക്ഷികള്? ആരെങ്കിലും ആവട്ടെ, കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കാൻ പോലില്ലല്ലോ. ആലോചിച്ചാലോ എന്നൊരു ആലോചന ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയല്ലോ എന്നൊരു സംശയം. വേടി സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗ്രാമത്തിൽ പുതിയതായി ആര് താമസിക്കാൻ വന്നാലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഓടിയെത്തും. ഈ ശരീരത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. സേവനം, വെറും സേവനം. പിന്നൊരു കാര്യം, ഈ വീട് കിട്ടിയ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വെച്ചാൽ മതി. അതും 6 മാസത്തേക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വീട്ടുകാർ അമേരിക്കയിൽ നിന്ന് എത്തും. അതുവരെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം. പണം തുച്ഛം, ഗുണം എത്രയോ മെച്ചം. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, 24 hours വാട്ടർ സപ്ലൈ ആണ്. സന്തോഷമായി പ്രസിഡന്റ്. നാട്ടിൻ പുറങ്ങളിലെ ഈ നന്മകളൊക്കെ കാണൂ. അതെ, നന്മകൾ നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ വർണ്ണശബളമായ എന്റെ ഗ്രാമത്തിലേക്ക് താങ്കൾക്കും മകൾക്കും, മകൾ എവിടെ? മകളുടെ വേലക്കാരന് സ്വാഗതം.
No, 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 no. I am not a servant. I am a nurse, Bhargava. You know? ഇയാൾ എന്ത് ഹിന്ദിയായി പറയുന്നത്? ടെറിബിൾ വൃത്തിയേട്ടൻ. സാരമില്ല, തനിക്ക് ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം. Thank you. ഞങ്ങൾക്ക് എന്തിനാ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം? ഇന്ന് ആരും അറിയില്ലെങ്കിലും എന്റെ പേര് ഈ ഗ്രാമത്തിൽ തന്നെയാ. പേര് മാത്രമേ ഉള്ളൂ, തടി വീരപ്പം വെട്ടിക്കൊണ്ടുപോയോ? നോ നോ നോ, മൈ ഒറിജിൻ. ഓറഞ്ച് തുടരെ തുടരെ എനിക്കുണ്ടായ ദുരന്തങ്ങൾ എല്ലാറ്റിനും പരിഹാരം ഒന്നേ ഉള്ളൂ. കുന്നത്തൂർ ദേവിയെ 41 നാൾ കുളിച്ചു തൊഴുക. നട തുറക്കാറില്ലെങ്കിലും പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേവിയെ നേരിട്ട് കണ്ടു തൊഴുത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിയാൽ മതി. എന്താ? ഞാൻ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂർ. ടെറിബിൾ കുഞ്ഞുങ്ങളെ പോലെ തന്നെ. ആള് ഭയങ്കര തമാശക്കാരനാണല്ലോ. അങ്കിളുടെ പേരെന്താ? ജവഹർ. സ്വീറ്റ് നെയിം. ഹായ്, എന്ത് ഭംഗി. എന്റെ ജവഹർലാൽ നെഹ്റു എപ്പോഴും ഇങ്ങനെ വേണം വരാൻ. ദീപയ്ക്ക് അതാ ഇഷ്ടം. ദീപ, മൈ ഗോഡ്. അതവളല്ലേ, ആ ബോംബെക്കാരി? അധിക ശൃംഗാരൊന്നും വേണ്ട, ഏതോ തട്ടിപ്പ് കേസാ. നിനക്ക് നന്ദിനിയുണ്ട്, ഇവന് സുഭദ്രയുണ്ട്, മറ്റവന് ആരെയും കിട്ടും. ഇവളെ ഞാൻ തൊടാ. അവളെ നീ എടുത്തോ, പക്ഷെ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം മനസ്സിലായോ ഹിന്ദിയുടെ വില? പ്രണയത്തിന് ഹിന്ദിയെന്നോ മലയാളമെന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ നിർത്ത്. ഹായ്. നമസ്കാരം. നമസ്കാരം. ആകെ അറിയാവുന്ന ഹിന്ദി പദവും തീർന്നു. ഇനി എന്ത് ചെയ്യും? ഹേ, ഒന്നുമില്ല. അത് വേണോ? തുരാമാനം ക്യാ ഹേ? ദീപ, എന്റെ സുന്ദരിക്കുട്ടി, എന്റെ മനസ്സിലിപ്പ് നിന്നോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? എടാ ശ്രുതി, എന്നെ ഒന്ന് സഹായിക്കടാ. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചു കിടന്നപ്പോ ആലോചിക്കണമായിരുന്നു. നിനക്കൊക്കെ ഹിന്ദി പുച്ഛമല്ലേ? ഇവളോട് കൈക്കരേ കാണിച്ചാ മതി. ഹായ്, ക്യാ ചാഹിയേ തുംകോ? രക്ഷപ്പെട്ടു. മലയാളിയാണല്ലേ? ചേട്ടന് പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടമായി സുഹൃത്തെ, അല്ല പെൺ സുഹൃത്തെ. സത്യമാണോ ചേട്ടാ? സത്യമായിട്ടും. ഇഷ്ടമായോ? പിന്നെ എങ്കിൽ എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി തരുമോ പ്ലീസ്? എന്തിനാ ടെമ്പററി ആക്കുന്നത്? സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ ഉത്തമ? ശരിയാ, സ്ഥിരമാവുമ്പോൾ എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ, എല്ലാരും പോ. ദേ ഇങ്ങനെ വെച്ചേ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കേസും ജയിക്കാത്ത തനിക്ക് വക്കാലത്ത് തന്ന കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടായെന്നറിയോ? എന്ത് ചെയ്യാനാ മേനെ? നിങ്ങളുടെ എല്ലാ കേസിലും ന്യായം മറുഭാഗത്തല്ലായിരുന്നോ? എങ്കിലത് കേസിന് പോകുമ്പോ താൻ പറയണ്ടേ? ഇത് നല്ല തമാശ. അത് ജഡ്ജിക്കല്ലേ അറിയാൻ പറ്റൂ. ഇത്രയും കേസുകൾ നടത്തിയിട്ടും എന്റെ മേനെ കോടതിയുടെ നടപടിക്രമങ്ങൾ തനിക്ക് അറിഞ്ഞൂടെ? കഷ്ടം. എടോ, ഇതുപോലെ താൻ ആ കോടതിയിലൊന്ന് വാദിച്ചിരുന്നെങ്കിൽ എന്റെ എത്ര കേസ് ജയിച്ചാന്. ഓ, ജയിക്കും ജയിക്കും. തന്നെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാ ഈ മരങ്ങോടനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ടി വന്നത്. ഓ, ഇല്ലെങ്കിൽ കളക്ടർ വന്നേനെ. മൂത്ത് കാലത്ത് മൂക്കിന്ന് പല്ല് പറഞ്ഞ ഒഴിയാത്തിരക്കിന് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിച്ച എന്നോടെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? വക്കീലിനേക്കാളും വലിയ വാദക്കാരനാണല്ലോ ഗുമസ്താൻ. ഒരുപാട് കേസും അന്യായങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്ടിലേക്ക് അല്പസ്വല്പം നിയമവ്യവഹാരങ്ങളൊക്കെ വിവരമുള്ള ഒരുത്തം പിയാപ്പിളായിക്കോട്ടെ എന്നല്ലേ നമ്മൾ കരുതിയേ. ഓ, ഒരു പുയ്യാപ്പിള. ഞാൻ വരച്ചേടോ. ഹായ്, ഐ എം ദീപ ഫ്രം മുംബൈ. ഐ എം കോയിമല വീരാങ്കോയ, ഫേമസ് ലോയർ ഇൻ ദ സിറ്റി. ഓഹോ, താനാണോ ഈ സിറ്റി മാൻ? നെഹ്റു ഇങ്ങോട്ട് വന്നോ? നെഹ്റു? അതാര്? ആ, നമ്മുടെ ഗാന്ധിജി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, ജവഹരക്കുറുപ്പ്. അയാൾ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയി കിടക്കച്ചേ? ആ അങ്കിൾ, എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. സമയമുള്ളപ്പോ ഒന്ന് വാദിച്ചു തരണം. ധൈര്യമായിട്ട് കൊടുത്തോളൂ, അടിച്ച് നിരപ്പാക്കി കൈ തരും. എന്നെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്താതെ. ഓക്കെ അങ്കിൾ, താങ്ക്സ്. ഹായ് അങ്കിൾ. നോ, ജവഹർ. സ്വീറ്റ് നെഹ്റു. പ്ലീസ് സിറ്റ്, ബി സീറ്റഡ്.
വക്കീലെ, ആ കേസ് പ്രസിഡന്റ് ഏറ്റെടുത്തു. നെഹ്റു എന്നെ മറിച്ച് താഴെയിടല്ലേ? നെഹ്റു അല്ല ദീപം, ജവഹർ. എന്തിനാ വലിയ മനുഷ്യന്റെ പേര് ചീത്തയാക്കുന്നത്? ജവഹർ, എന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവോ? കൊണ്ടുപോവാം, എന്നോട് സമയവും സന്ദർഭവും വരട്ടെ. അതാ കൊണ്ടുപോയാൽ തന്നെ നീ തനിയെ തിരിച്ചു വരേണ്ടി വരും. കൊണ്ടുപോകുന്നത് പോലെ തിരികെ കൊണ്ട് വിട്ടാലെന്താ? ജീവനോടെ എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വേണ്ടേ നിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ? സൈക്കിൾ കയറ്. തൽക്കാലം നമുക്ക് വീടിന്റെ കാര്യം മറക്കാം. ആട്ടുതൊട്ടിലിന്റെ കാര്യം ഓർമ്മിക്കാം. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ തുള്ളി തുകച്ചു ചലഭമായി ഞാൻ. ഹായ് മേലെ കാന്തികൾ മഴയിൽ കുതിർന്ന് നടുവിന്റെ ആറ്റണ ഓടിക്കേ. എന്താ പാടാ ഇതൊക്കെ? എന്റെ വീട്ടിലൊരു കണക്ഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ തന്നില്ല കേട്ടോ. അത്ര കായടാ നിന്റെയൊക്കെ അഹങ്കാരം. എന്റെ ദീപ ഒരു കണക്ഷൻ ചോദിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ മേലടാ. അല്ല പ്രസിഡന്റ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ ഒരു ന്യായവും പറയണ്ട. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ അധർമ്മം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. തകർക്കും ഞാൻ എല്ലാത്തിനും. നിനക്ക് കേബിളിയാ മലിച്ചു കേട്ടതാ. മനസ്സിലായ നോക്കി നിൽക്കാതെ ജീപ്പ് ദീപത്തിന്റെ വീട്ടിലേക്ക് വിടറാ. കണക്ഷൻ കൊടുക്കടാ. ഓടാ അഥവാ ചാട്ടേ. എല്ലാം എന്റെ ദീപത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സൈക്കിൾ? ഓ, സൈക്കിളിന് നോക്കണ്ട, നമുക്ക് നടക്കാം. ശരി. അല്ല, ചേട്ടൻ നടന്നു വന്നോ? ദീപം ചാരിത്തെങ്ങും നിന്നവൻ കൊണ്ടും പെണ്ണും പോയി. എന്റെ മോളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. എനിക്ക് ഈ ടി വി കാണുന്ന സ്വഭാവമേ ഇല്ല. ഒരു കണക്കിന് നന്നായി. അല്ലേ പിഴച്ചു പോയനെ. എന്തെല്ലാം തോന്നിയാസങ്ങളാ പടച്ചു വിടുന്നത്. മോളെവിടെ? അവൾ അവരോടൊപ്പം കൂടിയിരിക്കുക. ോട് എന്തെടുക്കുക? ഒരു കണക്ഷൻ കൊടുക്കുക. ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് പോവാ. ചേട്ടാ അങ്ങോട്ട് വരരുത്. ഉത്തമ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ക്ഷീണം തീർക്കാൻ കയറിയതാ. എന്ത് പോക്കരത്തരമാണ് നീ കാണിച്ചത്? ചോദിക്കാനും പറയാനും ഞാൻ ഇല്ലെന്ന് കരുതിയോ? കൊച്ചുകുട്ടിയല്ലേ? നിന്റെ അപ്പൻ ഇവനെ ചാക്കിലാക്കേണ്ടി വരുമെന്ന്. കൈയെടുക്ക. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരെങ്കിലും വന്നോളാം. ശരി. നന്നായിട്ട് പണി അറിയാവുന്നവൻ ഞാനായതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇറങ്ങാൻ പ്രസിഡന്റ്. എന്തായാലും നേരെ ഇത്ര ആയില്ലേ, എല്ലാവർക്കും ഉണ്ടിട്ട് പോവാം. വേണ്ട, പിന്നീട് ഒരു ദിവസം ആവാം അല്ലേ? ശരിയാ ശരിയാ, ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന്. ഇനി ഒരിക്കലാകാം. ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ നാളെ എല്ലാരും ഇങ്ങ് വന്നോളൂ. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അത്താഴ വരുന്ന് ഇവിടെ ആയിക്കോട്ടെ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. കാലയെ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കി തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ശുക്രിയ ഭയ്യ. അതെ അതെ. എന്താണ് അവള് പറഞ്ഞത്? ഇത്രയും വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ക്ഷമിക്കണം, ഒത്തിരി ഉറങ്ങിപ്പോയതുകൊണ്ട് അല്പം വൈകിപ്പോയി. കുന്നായ്മകൾ നിറഞ്ഞ കുന്നത്തൂർ ഗ്രാമത്തിലേക്കും ഇരുളടഞ്ഞ എന്റെ ഹൃദയത്തിലേക്കും ഒരു ദീപനാളം പോലെ കടന്നു വന്ന ദീപ, നിന്നെ ഞാൻ ജന്മദിന ആശംസകളോട് വാരി മൂടിക്കോട്ടെ. കൊടുക്കടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ദീപം. ഇയാൾ കുളമാക്കാൻ പോകുന്നെന്നാ തോന്നുന്നത്. മിസ് ദീപ, ഇനിയുള്ള നിന്റെ ഓരോ ജന്മനാളുകളും ഈ കുന്നത്തൂർ ഗ്രാമത്തിൽ വെച്ച് എന്നോടൊപ്പം ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അനുഗ്രഹിച്ചാലും അനുവദിച്ചാലും. ഇനി വൈകിക്കണ്ട, ആഘോഷങ്ങൾ തുടങ്ങാം. ആദ്യമായി എന്റെ ഒരു പാട്ട് കളിവീ. സാഹസമൊന്നും കാണിക്കണ്ട, പാടാൻ സ്തുതി ഉണ്ടല്ലോ. എനിക്ക് നല്ല സുഖമില്ല. പ്രസിഡന്റ് പാടട്ടെ. പാട് സുധി പ്ലീസ്. പാടുവനെ, നല്ല ടെറിബിളായിട്ടൊരെണ്ണം പാടൂ. കൂടെ പാടുന്നതാരും ഞാനേറ്റ്. प्यारी प्यारी
नजर ना लगे चश्मे बद मुखड़े कुछ पालो आंचल में कहीं मेरी नजर ना लगे चश्मे बद ഓ ഹിന്ദി പാട്ട്. എന്റെ ദീപക്കുട്ടി ഹിന്ദി ജന്മദിനങ്ങളെ കണ്ടിട്ടുള്ളടാ. ഇത്തവണ നമ്മുടെ കുന്നത്തൂർ ഗ്രാമത്തിന്റെ എരിവും പുളിയും മണവുമുള്ള ഒരു ജന്മദിനമായിക്കൊള്ളട്ടെ. നീ ഒരു മലയാള ഗാനം ആലപിക്കൂ. ആലപിക്കൂ. പാടറാ പ്ലീസ്. വെയിൽ തായും കുന്നിൻ താഴ്വരയിൽ വെള്ളാമ്പലിൻ പൂമ്പൊയ്കയിൽ മഞ്ഞു വീണു മുളം കാടിൻ കാണാച്ചീലകളിൽ പൂവാലിലെ ചങ്ങാലികൾ കൂടണഞ്ഞു അഴകണിയും കാട്ടിൽ മഴ നനയും കൂട്ടിൽ ഒരു പൊൻശാരിക തപസിരുന്നു ഇനക്കിളിയെ കാത്തിരുന്നു തിരയും തേനും തിരഞ്ഞു വരും കുയിൽ കിളിയെ കാത്തിരുന്നു വെയിൽ ചായും കുന്നിൻ താഴ്വരയിൽ വെള്ളാമ്പലിൻ പൂമ്പൊയ്കയിൽ മഞ്ഞു വീണു പവിഴനില കാറ്റിൽ കരൽ നിറയും പാട്ടിൽ ഒരുവൻ മഞ്ചലിൽ ഇറങ്ങി വന്നു അരികിലവൾ ചേർന്നിരുന്നു ഹൃദയം മുഴുവൻ പങ്കുവച്ചു ഈറൻ മൗനം പങ്കുവച്ചു വെയിൽ ചായും കുന്നിൻ താഴ്വരയിൽ വെള്ളാമ്പലിൻ പൂമ്പൊയ്കയിൽ മഞ്ഞു വീണു മുളം കാടിൻ കാണാച്ചീലകളിൽ പൂവാലില ചങ്ങാലികൾ കൂടണഞ്ഞു ലാലലാ ഹായ്. ദീപ അരുത്. എന്തായി കാണിക്കുന്നത്? ബോർഡ് കണ്ടില്ലേ? തൊട്ടല്ലെന്താ? ഇത് തീർത്ഥമാ. വെറും തീർത്ഥമല്ല, ദേവിയുടെ കണ്ണീരാണിത്. ഒരിക്കലും പറ്റാത്ത കണ്ണീരിന്റെ തീർത്ഥം. ദേവി എന്തിനാ കരയുന്നത്? അതൊരു കഥയാ. ചിലമ്പ് മോഷ്ടിച്ചെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കോവിലൻ കൊല്ലപ്പെട്ടപ്പോൾ രോഷത്താൽ പതിവ്രതയായി കണ്ണകി മധുരാപുരി ചുട്ടിരിച്ച കഥ. ദേവി ശാന്തരോഷയായി ഇവിടെ വന്നാ കുടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണീരുമായി ഇവിടെ വരുന്നവരുടെ വേദനകൾ ദേവി ഒപ്പിയെടുക്കും. മിസ്സസ് ജവഹർ, ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് മാറണോ? താൻ എന്തിനാ ഇതിനകത്ത് കയറിയത്? കടകട ചകത്തിന് നിങ്ങൾ എന്തെടുക്കാം മനുഷ്യനെ? തുറന്നില്ലെങ്കിൽ ഇടിച്ച് ഞാൻ ഈ വാതിൽ തുറക്കും.
ഭഗവതി, ഈ മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു. ചുമ്മാതിരിക്കും മനുഷ്യ. തനിക്കെന്താടോ നാണം വരുന്നോ? വരുന്നെങ്കി വീട്ടിൽ പോടോ. പോടോ. ഞാൻ താഴെ കാണും. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കാൻ തോന്നുന്നു. ആർക്കാണേലും ഭ്രാന്ത് പിടിച്ചു പോകുമടി. വൈകി വന്ന വസന്തമല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അടുത്തൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ വിടർന്ന് കുതിർന്ന്. എന്ത് വേഷമാണല്ലോ? പേരിനെ അന്വർത്ഥമാക്കുന്ന വേഷം. എന്റെ ദീപുവിന്റെ സങ്കല്പത്തിലെ നെഹ്റു ചാച്ചു നെഹ്റു. ചാച്ചു നെഹ്റു എന്ന് പറഞ്ഞാൽ നെഹ്റു കിടക്കും. ചാച്ച നെഹ്റു. ചാച്ച നെഹ്റുങ്കിൽ ചാച്ച നെഹ്റു. ദീപവളെ, ഇതാണ് സുധിയുടെ ബാബ. ബാബ? ബാബ അച്ഛൻ. ഓ, നമസ്തേ അങ്കിൾ. നെഞ്ചത്തോട്ട് ചേർത്ത് കുത്തിക്കോളൂ എന്നെ. നല്ല ഭംഗിയുണ്ടാവും. കേട്ടിട്ടില്ലേ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ. ഏതാണോ ഈ കേസ് കിട്ട്? പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ദേവിയെ തൊഴാൻ വന്ന കുറച്ചാൾ കൂടെ ഉണ്ടാവും. ഞാനാണ് രക്ഷകർത്താവ്. അങ്ങനെയൊന്നുമില്ല തന്നെ. വയസ്സാങ്കാലത്തൊരു ചുറ്റിക്കളി. അകത്താരും കാണുന്നില്ലല്ലോ അങ്കിൾ. എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുക. സുധിയോ? സുധിയും കൂടെ ഉണ്ട്. ഇവളെന്തിനാ സുധിയെ അന്വേഷിക്കുന്നത്? പോരെ. ഇതിലാരാ നന്ദിനിക്കുട്ടി? ഗോപികൃഷ്ണന്റെ അനിയത്തി. ഞാനാ. അപ്പൊ ഇത് സുഭദ്ര. അച്ഛനും അമ്മയോടെ? അച്ഛാ. ശശി, കഴകക്കാരൻ. എന്താ മോളെ? ആരാ? എവിടുന്നാ? എന്നെ മനസ്സിലായില്ലേ? യതീന്ദ്രൻ. ഗോപികൃഷ്ണനോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് തിരുവാതിരയായിരുന്നു. തിരുവാതിരപ്പുഴുക്കിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാവിലുണ്ട്. ഞാനും ഗോപികൃഷ്ണനും എന്തുമാത്രം കഴിച്ചത്. അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തന്നത്. അച്ഛനും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് ഈ മുറ്റത്ത് കത്തിച്ചു വെച്ച വലിയ നിലവിളക്കിന് ചുറ്റും നന്ദിനിക്കുട്ടിയും ഈ സുഭദ്രയും തിരുവാതിര കളിച്ചത്, ശശി പാടിയത്, ഒടുവിൽ ഗോപികൃഷ്ണനും അവരുടെ കൂട്ടത്തിലിറങ്ങി തിരുവാതിര കളിച്ചതൊക്കെ. ഒരു സന്ധ്യയ്ക്കാണ് ഞങ്ങൾ വന്നത്. വെളുക്കും മുമ്പ് പോവുകയും ചെയ്തു. അന്നത്തെ തിരക്കിനിടയിൽ ചിലപ്പോ ഓർക്കാൻ വഴിയില്ല. ഗോപികൃഷ്ണന്റെ കൂടെ ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഓർമ്മ കിട്ടില്ല. വരൂ, അകത്തേക്കിരിക്കാം. എന്താ? അകത്തേക്ക് വരൂ. അച്ഛാ, ഞാൻ വന്നത് ഗോപീഷിന്റെ ചിതാഭസ്മം. സുമതി, അയ്യോ ഞാനിങ്ങനെ വഴി തെറ്റി വന്നതാണ്. വഴി തെറ്റിയല്ലേ? ഇന്ന് നിന്റെ കത്ത ഞാൻ കഴിക്കും.
കുറെ നാളായി നീ മരുമോനെ കത്തിന്ന് പിടിച്ച് മാറ്റാ. മരുമോൻ ഒറ്റ വീശി വെച്ചെന്നാലുണ്ടല്ലോ രണ്ടായി പോവും. നിനക്ക് നാണമില്ലോടെ തെണ്ടി മതിലിയാടാൻ. സ്വന്തം ഭാര്യയെ കാണാൻ ഒളിച്ചും പതുങ്ങിയും എത്ര കാലോടെ ഇങ്ങനെ വരാൻ പറ്റുന്നേ? തറവാട്ടി കയറ്റം കൊള്ളാത്ത ചെറ്റ. സൂക്ഷിച്ച് സംസാരിക്കാം. രാത്രി എനിക്ക് പേടിയാവും. ഇങ്ങോട്ട് വന്നപ്പോ നിന്റെ പേടി എവിടെയായിരുന്നു? അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അയ്യടാ, നിന്ന് ചുറ്റിക്കളിക്കാതെ വേഗം സ്ഥലം വിട്ടോ. ഈ രാത്രിയിലാ ഇറങ്ങിയോട്ടെ മരുമോനെ. ഈ രാത്രി എന്നെ കണ്ടാൽ ആരെങ്കിലും പേടിക്കൂല. എടാ, നിന്നെ പകല് കണ്ടാൽ ആരും പേടിച്ചു പോവും. മരുമോനെ. ആരോ ചെയ്ത പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ. എന്നാലും എന്റെ അമ്മയെ, എന്റെ കുഞ്ഞ്, ഇവിടെ എല്ലാവർക്കും എന്തിഷ്ടമായിരുന്നു അവനോട്. ഇവിടെ എന്നല്ല അച്ഛാ, എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവനെ ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബോംബെയിലെ തിരക്കേറിയ നരിമാൻ പോയിന്റിൽ വെച്ച് എന്റെ ബൈക്കിനെ ഒരു ചെറുപ്പക്കാരൻ ഓവർടേക്ക് ചെയ്തു. ആരും ഓവർടേക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അവന്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു. പെട്ടെന്ന് എന്റെ ബൈക്ക് സ്കിഡ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണന്റെ മുഖം ഞാൻ കണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു. പക്ഷേ വിധി ക്രൂരമായി പോയി. അച്ഛന്റെ മകനെയും എനിക്ക് എന്റെ കൂടപ്പുറപ്പിനെയും നഷ്ടപ്പെട്ടു. ഒന്ന് വേഗം വേടാ, ഇനി എന്ത് തകരാറാണെന്ന് അവിടെ ചെല്ലുമ്പോ അറിയാം. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ? വേണ്ടേ, വണ്ടി വിടാൻ പോവാ. നിന്ന് പോയാൽ ഉന്തേണ്ടി വരും. സെൽഫില്ലാത്തതാ. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ദിനചര്യല്ലേ? ഞാൻ യതീന്ദ്രൻ, ഗോപികൃഷ്ണന്റെ സുഹൃത്താ. ഞാൻ ഉത്തമൻ. അറിയാമോ? എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. സുധി, നജീബ്, രാജു, അല്ലേ? ഗോപികൃഷ്ണൻ എപ്പോഴും പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ. അകത്തേക്കിരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട, നിങ്ങൾ എവിടേക്കോ പോവാൻ ഇറങ്ങിയതല്ലേ? നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഗോപികൃഷ്ണൻ പറഞ്ഞത് എത്ര ശരിയാ. അല്ല, ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട്? തിരിച്ചും മറിച്ചും വെച്ചാ 5-6 ചാനൽ വരെ കിട്ടും. ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളം. അത് പോരാ. ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിങ്സാ. അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപികൃഷ്ണനായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെ കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ. നിങ്ങൾക്ക് വേണ്ടിയും ഗോപികൃഷ്ണന് വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും. വരട്ടെ. मुझे प्यार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां, हरी बरसात में इकरार हुआ अल्लाह मियां, मुझे प्यार हुआ अल्लाह मियां. ഹലോ, ഇത്ര കാലത്തെ ആണെങ്കിൽ ഉത്തമ സാർ എങ്ങോട്ടാണാവോ? സുഹൃത്തെ, സൗന്ദര്യം ദൈവതത്വമാണ്. അതിൽ അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായേ. ദൈവം ഇത്ര നീതിമാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. നമ്മുടെ ഈ പരസ്പര ധാരണയും വിശ്വാസവുമാണ് സുഹൃത്തെ ഈ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യം. അതെ. മോനെ നജീബേ. എന്തോ? മോനിന്ന് ഇവിടെ നിൽക്ക്, ഞാൻ പോയി ലൈൻ കമ്പനി ആ ജീപ്പിന്റെ കീങ്. സ്കൂട്ടറിൽ പോയാ പോരാ മോനെ? സ്കൂട്ടറിന് പോകാൻ വീതിയില്ലാത്ത വഴിയാണ് മോനെ. സ്കൂട്ടർ പോകാൻ വീതിയില്ലാത്ത വഴി ജീപ്പ് എങ്ങനെ പോകും മോനെ? ഇതിലേ പോകാത്ത മോനെ. വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കി
ദീപ മോളെ ബോംബക്കാരി എപ്പ കല്യാണം? വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടി അപ്പ കല്യാണം. അല്ല, ഉത്തമൻ ചേട്ടന് ജോലി കിട്ടിയാൽ അപ്പ കല്യാണം. അപ്പ കല്യാണം, അപ്പ കല്യാണം. പാവം. ഹായ് ദീപ. अरे बाबूजी कब आया? കാപ്പി ആയോന്ന്? കാപ്പി എടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ലെന്നേ. बहुत सुंदर लगता है, बहुत अच्छा है. കല്യാണം പോലും കഴിച്ചിട്ടില്ലാതെ ഞാൻ എന്നച്ഛനായിരുന്നു. അതവൻ ജവഹരൻ പ്രസിഡന്റ്, 3 കിടാങ്ങളുടെ തന്തയാവൻ. ഓ, ജവഹറിന് 3 മക്കളാ? बहुत अच्छा. പിന്നെ ഈ കാര്യത്തിൽ ബഹുത്തച്ഛനല്ല, പെരുന്തച്ഛനാ കള്ളൻ. എന്ത് രസമായിരിക്കുന്നല്ലേ. ഇപ്പൊ തന്നെ എത്ര സ്നാപ്പ് എടുത്തെന്ന് അറിയാമോ ബാബുജിക്ക്? ഇവിടെ പ്രകൃതിക്ക് മാത്രമല്ല സഹോദരൻ, നോക്കൂ ദീപ, മനുഷ്യരിലും അത് കാണുന്നില്ലേ? ഈ സൗന്ദര്യം ഞാനൊന്ന് പകർത്തിക്കോട്ടെ. എന്തിനാ ഒന്നാക്കുന്നത്? പോസ് പോസ്. അയ്യോ, ഫിലിം തീർന്നു പോയി. ഓ, ഫിലിമിന് തീരാങ്ങേണ്ട ഒരു സമയം. ദീപ, എന്നെ ആ ഹൃദയത്തിലേക്കൊന്ന് പകർത്തിയെടുക്കൂ, പകർത്തിയെടുക്കൂ. തിങ്കൾ പോറ്റും കലമാനി കരിമീൻ കണ്ടുടിക്കാൻ എന്താണ്? മാറിൽ കൈനകത്തിൻ ശരമേറ്റു, മായ പൂങ്കരിക്കിൽ മുറിവേറ്റു. ചുണ്ടിൽ പാട്ടുമായി ചൂളം വിളിയുമായി വരു നീ വാർക്കുയിലേ. കാണാ തിങ്കൾ പോറ്റും കലമാനി കരിമീൻ കണ്ടുടിക്കാൻ എന്താണ്? മാറിൽ കൈനകത്തിൻ ശരമേറ്റു, മായ പൂങ്കരിക്കിൽ മുറിവേറ്റു. ചുണ്ടിൽ പാട്ടുമായി ചൂളം വിളിയുമായി വരു നീ വാർക്കുയിലേ. വയണ പൂക്കും പാടവരമ്പിൽ വിരിഞ്ഞു നിൽക്കണ പൂമോളെ. വിത്തുവരച്ചും വെള്ളം തേവി കറ്റമെരിക്കാൻ വരണുണ്ട്, നിൻ കറ്റമെരിക്കാൻ വരണുണ്ട്. വയണ പൂക്കും പാടവരമ്പിൽ വിരിഞ്ഞു നിൽക്കണ പൂമോളെ. വിത്തുവരച്ചും വെള്ളം തേവി കറ്റമെരിക്കാൻ വരണുണ്ട്, കറ്റമെരിക്കാൻ വരണുണ്ട്. ബാലേ ചാരുശീലേ പൂവമ്പ നഞ്ചമ്പുമേതു നിൻ പൂമ്പട്ടു പാവാട ഞൊറിയഴിഞ്ഞു. ഈ രാത്രി ഞാൻ നിന്റെ അരികിൽ പിടയുന്ന കടലായി തുടിക്കും. പൂവമ്പ നഞ്ചമ്പുമേതു നിൻ പൂമ്പട്ടു പാവാട ഞൊറിയഴിഞ്ഞു. ഈ രാത്രി ഞാൻ നിന്റെ അരികിൽ പിടയുന്ന കടലായി തുടിക്കും. മദനപ്പൂവേ മാരന്റെ മയിലേ, മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ. ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ, ബദറുൽ മുനീറല്ലേ ഞാൻ. റങ്കുള്ള പെണ്ണല്ലേ രസിപ്പിച്ചാട്ടെ, റംസാന്റെ മൊഞ്ചല്ലേ തിളങ്ങിക്കോട്ടെ. റങ്കുള്ള പെണ്ണല്ലേ രസിപ്പിച്ചാട്ടെ, റംസാന്റെ മൊഞ്ചല്ലേ തിളങ്ങിക്കോട്ടെ. അന്തിമയങ്ങണ നേരമുദിക്കണ ചന്ദ്രനൊത്തൊരു പെണ്ണല്ലേ, പത്തുകരക്കസ വിട്ടുമയക്കണ തട്ടമിടുന്നൊരു പെണ്ണല്ലേ. മയ്യണി മുത്തു കണ്ണിന കൊണ്ട് കറക്കി വളയ്ക്കണ കരളല്ലേ. മദനപ്പൂവേ മാരന്റെ മയിലേ, മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ. ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ, ബദറുൽ മുനീറല്ലേ ഞാൻ. മദനപ്പൂവേ മാരന്റെ മയിലേ, മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ. ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ, ബദറുൽ മുനീറല്ലേ ഞാൻ. ഞാൻ യതീന്ദ്രൻ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടേക്കോ വെച്ച്.
എപ്പോഴൊക്കെയോ. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മുഖം അതെന്റെ മനസ്സിലുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. സാരമില്ല, എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരും. വരാതെ പറ്റില്ലല്ലോ. തിരക്ക് പിടിച്ച ബോംബെയിലെ ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആൾക്കാരെയാ നമ്മൾ കണ്ടുമറക്കുന്നത്, അല്ലേ? ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ച. ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്കിനിയും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ കാക്കും, അല്ലേ? വരട്ടെ. ഇതങ്ങോട്ട് പിടിച്ചേ. എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയമായി. ഇടിച്ചൂട്ട് പോലെ സാറൊന്നും തരട്ടെ. വേണ്ട വേണ്ട, നീ അവനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ഒക്കെ ഉണ്ടായിരുന്നു. മദ്യം, പുകവലി, മുറുക്കാൻ എന്ന് വേണ്ട എല്ലാ ശീലങ്ങളും. പക്ഷേ ഗോപികൃഷ്ണ പരിചയപ്പെട്ടോടെ എന്റെ എല്ലാ ശീലങ്ങളും മാറി. അവൻ മാറ്റി. എന്റെ പെങ്ങളാ സുഭദ്ര. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെയാ. ചായ കാണാനപ്പോ കരുതി അകത്തെല്ലാരും നല്ല ഉറക്കമായിരിക്കുമെന്ന്. പിന്നെ ഉറക്കം. അമ്മയും നന്ദിനിക്കുട്ടിയും കൂടെ അടുക്കളയിൽ ഉപ്പേരി ഉറക്കുന്നതിന്റെ ബഹള. എന്നാലിത്തെ താമസിച്ച് അമ്പലത്തിലോട്ട് പോണുള്ളൂ. എന്താ പോരെ? പേര് വന്നിട്ടും തിന്നാലോ. നീ വേഗം അമ്പലത്തിലോട്ട് ചെല്ലേ. നാളെ അഖണ്ഡ നാമയജ്ഞം നടത്തേണ്ട ദിവസാ. ഒരുപാട് ജോലിയില്ലേ നിനക്ക്? എന്തൊക്കെ യജ്ഞം നടത്തിയാലും ദേവി പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ അപരാധമല്ലേ ദേവിയോട് ചെയ്തത്? ഞാൻ ഇറങ്ങാം. ആ, മോനൊന്ന് നിന്നേ. കുറച്ചു ദിവസമായി മോനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എന്താച്ചാ? മോൻ എന്തിനാ വെറുതെ വാടകയ്ക്ക് താമസിക്കണത്? മടങ്ങിപ്പോണവരെ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞൂടെ? അത് വേണ്ടച്ചാ. വന്നാലും പോയാലും എത്ര ദിവസത്തേക്കാ? അവന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോണ്ടേ? കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം മോൻ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ? ഞങ്ങളുടെ ഗോപികൃഷ്ണനെ പോലെ നിൽക്കില്ലേ? ഹായ് ദീപ, നമുക്ക് പോകാം ദീപ. ഹായ് ഡാർലിംഗ്. ഹലോ, ഇനി നമുക്ക് പോവാം. പ്ലീസ് ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ബൈ, പ്ലീസ്. 2 साल पहले मुझे तुमसे प्यार था, मुझे पिंक भाई 100 साल भाई पहले. പിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാലങ്ക് കവിൾ തടങ്ങൾ ഉള്ളിൽ മുതലും ശലഭമായി ഞാൻ അണിഞ്ഞൊരുങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ചേട്ടൻ ഇത്രയും വൈകിയത്? എടാ ഉത്തമ, നീ വഹിച്ചു കളഞ്ഞല്ലോടാ. एक्सक्यूज मी ब्रदर. 100 साल पहले भाई പ്രസിഡന്റ്. അശ്രീയർ, ഒരു നല്ല കാര്യത്തിന് രണ്ടാമതും പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണോ പുറകെ വിളിക്കുന്നത്? വൃത്തികെട്ടവൻ. അതൊക്കെ ഇരിക്കട്ടെ, ആ ടെറസിലിരിക്കുന്ന കോളാമ്പി എന്തിനാ? അതെ, ഇങ്ങനെ വെറ്റിലയിൽ ചുണ്ണാമ്പും തേച്ച് പാക്കും പോലും കൂടെ വായിലിട്ട് കടിച്ചു പറിച്ച് നിന്റെ അച്ഛൻ കുട്ടികൃഷ്ണൻ കുളുകുളാന്ന് തുപ്പുന്ന കോളാമ്പി അല്ലത്. അതെയോ? കളിയാക്കണ്ട കേട്ടോ. ഈ കാണുന്നൊക്കെ എന്തിനാണെന്ന് എനിക്കും അറിയാം. ഓഹോ, ഇതിലും വലുത് ഏതാണ്ടൊക്കെ ബോംബെന്ന് വരാൻ പോകുന്ന കാര്യവും എനിക്കറിയാം. ബോംബെന്നോ? അതെന്തോന്ന്? ഒക്കെ കണ്ടോണം, ചെലവുള്ള കാര്യങ്ങളാ. നേരത്തെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാ പറ പെണ്ണെ, ടെൻഷൻ എടുപ്പിക്കാതെ. അച്ഛനെ എതിർത്തതാ, ഞാനാ നിർബന്ധിച്ചത്. എന്തോന്ന്? നിങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഡിഷോ ഡാഷോ ബൂസ്റ്റോ ബോംബെന്ന് കൊണ്ടുവരാൻ പോണോന്ന്. ആര്? യതീന്ദ്രൻ, അല്ലാതാരാ? ഓഹോ, ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രാ എതിർത്തിട്ടും അച്ഛൻ സമ്മതിച്ചത്. ആർക്കു വേണ്ടിയാ? നീ എന്തൊക്കെയാ പറയുന്നത്? അയാൾ ഇവിടെ വന്നിരുന്നു, കൊറേ വീമ്പടിച്ചിട്ടാ പോയത്. അതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ? അയാളുടെ രൂപവും ഭാവവും സത്യം പറയാലോ എനിക്ക് അയാളെ തീരെ പിടിച്ചില്ല. ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല.
എന്തായി പറയുന്നേ? നമ്മുടെ ഗോപിയേട്ടന്റെ... ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനിയും. എന്നാലും എന്റെ ഗോപിയേട്ടന്റെ കൂട്ടുകാരനല്ലേ സുധി? അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലല്ലോ. ഇനി എന്റെ കിടാവ് ഒന്ന് അമറിക്ക്, ഒന്ന് ചിരിച്ചേ. അമറലും ചീറ്റലും ഒക്കെ ഇവിടം വരെ ആയല്ലേ? ഞാൻ പ്രതാപനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? എനിക്കങ്ങനെ ആരും കാണണ്ട. അല്ല, ഇതെന്താ പ്രതാപ? പിന്നെ കുട്ടികൃഷ്ണൻ അമ്മാവൻ പലതും പറയും എന്ന് വെച്ച് ചെമ്പകശ്ശേരി തറവാടി കയറി കൂടിയിരിക്കാമെന്നും കരുതണ്ട. ചോദിക്കാനും പറയാനൊക്കെ ആണുങ്ങളുണ്ട് ഇവിടെ. ഇതെന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? കാണാൻ കൊള്ളാവുന്ന കല്യാണപ്രായമായ പെമ്പിള്ളേരുടെ വീടല്ലേ, താമസിക്കാൻ നല്ല രസം അല്ലേ? അതെ, ആ കാര്യം പറയാനാ ഞാൻ പ്രതാപനെ അന്വേഷിച്ചു. ഗോപികൃഷ്ണന്റെ പെങ്ങൾ എന്റെയും പെങ്ങളല്ലേ? നന്ദിനിക്കുട്ടിയെ പ്രതാപന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഗോപികൃഷ്ണൻ എപ്പോഴും എന്നോട് പറയായിരുന്നു. അതിന് ഈ ഗോപികൃഷ്ണൻ എന്റെ മച്ചമ്പി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇനി ഇപ്പൊ അയാൾ കുഴിയിൽ എഴുന്നേറ്റ് വന്നാലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം വല്ല ആണോ? ഇതൊക്കെ പ്രതാപന്റെ വെറും തോന്നലാ. ഗോപികൃഷ്ണന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല. പ്രതാപ, നിങ്ങളുടെ വിവാഹം നടത്തിയിട്ടേ ഞാൻ തിരിച്ചു പോകും. എന്താ വിശ്വാസം വരുന്നില്ലേ? ജീപ്പ് മരിച്ച് വെള്ളം നശിപ്പിച്ചല്ലോ അല്ലേ? തുറക്ക്. മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം എടുത്താണ് വണ്ടി വെക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലൊന്നും വണ്ടി ഓടുകയില്ല. ഇന്ധനം വേണം. ഇംഗ്ലീഷിൽ ഡീസൽ എന്ന് പറയും. ഓ, ഡീസന്റായി ഡീസൽ അടിക്കാൻ നിന്റെ വാപ്പ വീരാങ്കോയ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത്? വാദിയെയും പ്രതിയെയും ഞെക്കി പിഴിയുന്നത് യാതൊരു മടിയില്ലല്ലോ. കേസില്ല വക്കീലായിട്ട് പോലും. ഓ, ഇന്നലെ 1 ലിറ്റർ അടിച്ച് നാട് നീളെ ചെത്താൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു ഇന്ധനം തീരുമെന്ന്. നീ ആ ഡീസൽ മുഴുവൻ തീർത്ത് ഓരോ തുള്ളിക്ക് ഇവനെ ഉത്തരവാദി. സുഹൃത്തെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ മിണ്ടിയ വണ്ടി ശരിയാവും. ഹലോ, ഇതിന് സുനാപ്ലിക്കേഷൻ വല്ലതും അറിയോ? അല്ലെങ്കിൽ പിന്നെ തങ്കപ്പ മേസ്ത്രി വിളിച്ചോണ്ട് വരണോ? നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാ മതി. തങ്കപ്പ മേസ്ത്രി എഴുതി തള്ളിയ കേസായത്. കണ്ടാൽ എന്തിന്റെ കുറവാ? ക്ഷയരോഗിയമ്മയൊക്കെ പിടിച്ച പോലുണ്ട്. അധികം വന്നിക്കല്ലേ, ഇനി ആവശ്യം വരും. കൊറേ കേറി നിറങ്ങി ചെത്തിയതല്ലേ, എല്ലാരും കൂടെ അങ്ങോട്ട് തള്ളിക്കേ. പോയി തള്ളണ. തള്ളിയിട്ട് ഒരു കാര്യമില്ല. മിണ്ടാണ്ട് തള്ളടാ. ദാ പോയത് ജീപ്പ്, ഇത് കോപ്പ്. സുധി, ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഡാഡി വിളിക്കുന്നു, വന്ന് കയറിക്കേ. വന്ന് കേറാനാ പറഞ്ഞേ. ഇവന് സുഖമില്ലാതിരിക്കുക, ഡെങ്കിപ്പനി പകരും. ഞാൻ വരാം, വിട്ടോ വിട്ടോ. ഏയ് പ്ലീസ് ഒന്നിറങ്ങിക്കേ, അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനാ. സുധി, വന്ന് കയറിക്കേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ. ഒതുക്കറുവാന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇവനെന്തിനാ അവളുടെ കൂടെ പോയത്? നമ്മളെ ഒതുക്കാൻ. എന്നിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങി അവന് ഷൈൻ ചെയ്യാൻ. ഇതുമല്ല നന്ദിനിക്കുട്ടി അറിഞ്ഞ കഷ്ട. അത് നീ പേടിക്കണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആവശ്യം എന്റേതായി പോയില്ലേ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഈ അണ്ടർവെയർ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിലോട്ട് കടന്നു വരുന്നു. മോള് പോയി തൊഴുതിട്ട് വരൂ. പ്രായമായ പെണ്ണിന്റെ ഒപ്പം തുണിയില്ലാതെ നടക്കാൻ. പ്യൂർ കൺട്രി ഫെലോസ്. ശാസ്ത്രീയമായ വസ്ത്രധാരണത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? വസ്ത്രത്താൽ മൂടപ്പെടാനുള്ളതല്ല ശരീരം. ശരീരാവയവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധം വേണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ പരുവത്തെ താൻ ക്ഷേത്രത്തിലോട്ട് കടന്നു വന്നാൽ ചാട്ടകത്തിന് അടിച്ചെന്റെ മുട്ടകളൊടിച്ചോളെ ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഭഗവതി, ഇതെന്താ ദ്വാരപാലകനെ പോലെ ഇവിടെ? അറിഞ്ഞില്ലേ? അമ്പലത്തിനകത്തോട്ട് കയറണേൽ യൂണിഫോം വേണമത്രേ. പേരാപ്പാസ് ഓൺലി ബെർമുഡാകും. ഐ ഹേറ്റ് ദിസ് ഓൾഡ് കപ്പട സിസ്റ്റം, യു നോ. ആ സുധി, ഈ ബെർമുഡാസിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ.
ദീപ പാവം, ഈ കുട്ടിയും അച്ഛനാ ബോംബെന്ന് വന്നത്. ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എത്ര നേരമായി ഞാൻ വന്നിട്ട്? അമ്പലം വലം വെച്ച് കാല് തോന്നുന്നു. ശ്രുതി ആദ്യം എത്തുന്നല്ലേ പറഞ്ഞത്? എങ്ങനെയായി ഞാൻ കണക്ക്? ആ ശ്രുതി പോവാം. ഞാൻ തൊഴുതില്ല. ശ്രുതിക്ക് വേണ്ടിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി നാളെ തൊഴ. വാ ശ്രുതി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി, പിന്നെ വരാം. വാ ശ്രുതി. എന്താ ഇത്? ഇവന് ഇരുട്ടിയാ പിന്നെ പേടിയാ. ദീപക്കൊരു കൂട്ടി ഞാൻ അവിടെ നിൽക്കാം. എന്തിനാ ദീപയെ പേടിപ്പിക്കാനാ? അവര് പോട്ടെ. പിന്നെ നമുക്ക് രാവിലെ തന്നെ പോണം കേട്ടോ. ഓ ദീപമോൾ, എന്താ? ഗുഡ് നൈറ്റ്. ഡാഡി, എന്താ മോളെ? ഇത് കണ്ടില്ലേ ഡാഡി? എല്ലാം നാശമാക്കിയിട്ടേക്കണം. എന്റെ മുറി ഇതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് സാർ. സാർ ചോർ, സാർ ഡെഫിനറ്റ്ലി ചോർ. ചോർ കയറിയിട്ടുണ്ട് സാർ. സാറിന്റെ മുറിയിൽ ചെന്ന് പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് നോക്കൂ സാർ, പ്ലീസ് സാർ. നീ കിടന്ന് ബഹളം വെക്കാതെ ഭാർഗവ, എല്ലാം സമാധാനമായിട്ട് നോക്കാം. എന്താണെന്നോ ആരാണെന്നോ അറിയണമെങ്കിൽ വെളിച്ചപ്പാടിനെ വിളിച്ചേ പറ്റൂ. വെളിച്ചപ്പാടൊന്നും വേണ്ട, ഞാൻ കണ്ടത് പറയാം. പ്ലീസ് ബിലീവ് മീ. എന്താന്ന് വെച്ചാ പ്രഷർ കൂട്ടാതെ പറ എന്റെ ഭാർഗവ. പുറംപാതലിലൂടെ കടന്നു പോകുന്ന ഒരു കറുത്ത രൂപം. കാലനോ? ശിവ ശിവ, എന്റെ കുന്നത്തൂർ ഭഗവതി, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ, കാലനും പരീക്ഷയൊന്നും അല്ലെന്തമ്മേ, അതാരാണ്ടോ കള്ളന്മാരാ. അവിടെ നിന്ന് എന്തോന്ന് കട്ടോണ്ട് പോവാനാ? കള്ളനൊന്നും അല്ല കുഞ്ഞെ, അനർത്ഥങ്ങളാ. എടാ സുധി മോനെ, നീ ഇനി ആ വീട്ടിലേക്ക് പോവണ്ട. അതിന് സുധി വരുന്നതിന് എന്താ കുഴപ്പം? വേണ്ട മോളെ, ഇനി അവൻ അങ്ങോട്ട് വരണ്ട. ദേവിയുടെ അപ്രീതി ഏറ്റാനാ എന്റെ കുഞ്ഞ്. അവൻ പോണടത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നത്. ആ പ്രാർത്ഥനയെങ്കിലും ദേവി കേൾക്കട്ടെ. അനുഭവം കണ്ടില്ലേ? സൂക്ഷിക്കുക. ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഗോപീകൃഷ്ണൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. മാത്രമല്ല ഗോപീകൃഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ. ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുന്നില്ല. ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതൊന്നും കണ്ടിട്ടുമല്ല. പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, ഗോപിയേട്ടൻ. എനിക്കത് മതി. എന്നാലും എല്ലാം ശരിയാവും. ഗോപീകൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിതൊന്നും നടത്താം. എന്താടാ, എന്തോ പുറത്ത് വാ വാ. ആരാണ്ടും എന്നെ തല്ലി താഴെ ഇട്ടു. ആദ്യം ഞാൻ കരുതി അച്ഛനായിരിക്കും. അവര് 3-4 പേരുണ്ടായിരുന്നു. ഉണ്ട കണ്ണും കൂർത്തലകം
മനുഷ്യനെ പേടിപ്പിക്കാതെ വിദ്യാധര. നേരം പാതിര കഴിഞ്ഞില്ലേ, എല്ലാരും അകത്തേക്ക് കേറിക്കൊള്ളി. പ്രേതസഞ്ചാരമുള്ള സമയമാ. എന്റെ ദേവി, കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. മോനെ സുധി, നീ അകത്ത് പോ. അരേ ദുരാചാര നരസിംഹവംശ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നാരീ സംസർഗ ദോഷ ഭവന്തു. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ വിളിച്ചപ്പാട്. നാരീ സംസർഗത്തിനായി പോകുന്നവരെ പാതിരാത്രിയിൽ പതിയിരുന്ന് ബാധിക്കുന്ന ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും അല്പസ്വല്പം ഇല്ലാതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. ധ്യാനത്തിൽ ഞാൻ പലതും ദർശിച്ചു. ദർശിക്കാനും മാത്രം അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അറുകൊല ധ്വംസിച്ചില്ല ഇരുവരെയും. ഒരേ തടവില്ലാതെ ഇനിയും തുടരും. പരിഹാരക്രിയകൾ വല്ലതും പറയാനുണ്ടോ വിളിച്ചപ്പാടെ? സൂര്യോദയത്തിന് മുമ്പ് കാവ്യ വസ്ത്രം അണിഞ്ഞ് ദേഹം ആസകലം ഭസ്മം പൂശി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസമീപത്തിലിരുന്ന് സൂര്യാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഉരുവിടുക. ശരീരത്തിലെ ശരീരത്തിലെ ശരീരത്തിലാണ്ട പൊരുളെ അല്ല പിന്നെ സലിലത്തിലെ 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 സലിലത്തിലുള്ള പൊരുളെ സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ ഓം നദി 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 മധ്യത്തിൽ പരപത്മത്തിൽ സ്ഥിതി സൃഷ്ടിക്കും. ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ. അയ്യോ വെള്ളത്തിൽ വേഗണേ. സത്യമായിട്ട് തിരങ്ങ ഞാനല്ല കണ്ടത്. ഞാനത് കണ്ടിട്ട് പോലുമില്ല. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. ഇവിടെ കണ്ണു കണ്ടുവിടോ മേനെ. എനിക്ക് ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് എനിക്ക് കണ്ണുകൊണ്ടിടുന്നോ? ശയന പ്രദക്ഷിണ നടത്തിട്ട് എങ്ങനെയാ മേനെ കണ്ണു കാണുക? വെളിച്ചപ്പാടെ താൻ എന്ത് വെളിവുകേടായി പറയുന്നേ? നടന്നുകൊണ്ടാ ശയന പ്രദക്ഷിണം? നടന്നുകൊണ്ട് പോവാം. മേന്റെ നോട്ട് വന്നു. മേനെ ഒരാൾ ഉരുണ്ട് വീണെന്ന് വിചാരിച്ചോ? ഉരുണ്ടിട്ടാണോ വീഴുന്നത് അല്ലെങ്കിൽ വീണിട്ടാണോ ഉരുളുന്നത്? വീണിട്ടാ ഉരുളുന്നത്. അതുപോലെ പ്രദക്ഷിണം വെച്ചിട്ട് ശയിച്ചാലും അത് ശയന പ്രദക്ഷിണാവും. മനസ്സിലായോ? ലംബോദരൻ നായർ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ നടക്കുന്നത്. കേട്ടോടോ ലംബോദരൻ നായരെ, ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവാൻ പോണില്ല. അടവുകളിൽ വിടവുകൾ ഇടുന്ന വടിവേലുമല്ല താൻ, പിന്നെ എങ്ങനെ ചെലവാകും? എന്റെ മരുമാനാ അടുത്ത പ്രസിഡന്റ്. ആകാശത്തേക്കൊരു വലിയ കൊളാമ്പയും വെച്ചോണ്ട് ഈടെ വായം തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാളെ കൊടുക്കില്ല. അത് പറ്റില്ല. അല്ലാതെ അംഗം പോലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോടോ. നമ്മുടെ പ്രതാപൻ ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ, നല്ല കുടുംബസ്നേഹിയാ. അല്ലാതെ പാറ വെക്കാൻ നടക്കണ തന്തയുടെ മോനല്ല. വിനി കല്യാണം കഴിഞ്ഞാല് യതിയോടൊപ്പം അവർ അമേരിക്കക്ക് പറക്കും. എടുത്തോളൂ. ഇതൊന്നും ചിലർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾ വിളക്കമ്പലത്തിലേക്ക് കൊണ്ടേക്കോളൂ. അച്ഛാ, ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം.
വിഷമം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഗോപീഷ്ണന്റെ ആഗ്രഹം അതാണെന്നല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് സുധയെ മറക്കാൻ പറ്റില്ല. എന്റെ കുന്നത്തൂരമ്മ എന്താ ചെയ്യുക? അഹങ്കാരത്തിനൊരു പരിധിയുണ്ട്. പക്ഷെ ഇതിത്തിരി കടന്നുപോയി. ക്ഷമയുടെ നെല്ലിപ്പലയെ കണ്ടവനാ ഞാൻ. കാണിച്ചു കൊടുക്കാം. നിങ്ങളെ മോനായപ്പോയതുകൊണ്ട് ചോദിക്കുക, അയാൾ ആരുവാ? എന്റെ ഈ രോമത്തിന്റെ വിലയുണ്ടാ പുല്ലന്? അവൻ പറയുക അവന്റെ മോളെ ആ പ്രതാപന് കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന്. എന്തിനാന്നറിയോ? എന്നെ തോൽപ്പിക്കാൻ. നേരാ മോനെ, ആ ബോംബെക്കാരന്റെ ബലത്തിലാവൻ കിടന്ന് ചാടുന്നേ. ഇല്ല അച്ഛാ, നന്ദിനിക്കുട്ടി അതിന് സമ്മതിക്കില്ല. സമ്മതിച്ചാലും വേണ്ട, അവള് പോട്ടെ. നമുക്കും ഇല്ലേ മോനെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ. നമ്മളത്ര മോശക്കാരല്ലെന്ന് അവന് കാണിച്ചു കൊടുക്കണം. അതിനെന്റെ മോൻ ഈ അച്ഛന്റെ കൂടെ നിൽക്കണം. എന്താ രാവണ്യാൻ എന്റെ ഉദ്ദേശം? അവന്റെ മോടെ കല്യാണത്തിന് മുമ്പ് എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും. അത്ര തന്നെ. അച്ഛൻ എന്താ ഈ പറയുന്നേ? അതെ മോനെ, അച്ഛന്റെ മോൻ സമ്മതിക്കില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിടാ കുട്ടിയെ. ഇനി അവള് ബോംബെക്കൊന്നും മടങ്ങി പോകണ്ട. അയ്യോ അച്ഛ, അത് നന്ദിനിക്കുട്ടിയേക്കാൾ നിനക്ക് ചേരുന്നത് ദീപയാണ്. നിങ്ങൾ രണ്ടാളും തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടപ്പോഴൊന്നും ഇതൊരു കല്യാണത്തിൽ എത്തിച്ചേരുമെന്ന് അച്ഛൻ കരുതിയില്ല മോനെ. നമ്മുടെ ഭാഗ്യ നീ കണ്ടെത്തിയ ദീപ. നന്ദിനിക്കുട്ടി, അച്ഛ, നന്ദിനിക്കുട്ടി, ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലെന്നാണ് പുതുമന തിരുമേനി പറഞ്ഞത്. തിരുമേനി ചേർത്ത ജാതകങ്ങളൊന്നും പിഴച്ചിട്ടില്ല. തെക്കേത്തൊടിയിലെ ബാലകൃഷ്ണന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെ കിടന്നവനാ. തിരുമേനി പൊരുത്തം നോക്കി പറഞ്ഞത് കൊണ്ട് മാത്രമാ അവന് ഭൂമംഗലത്തുനിന്ന് പെണ്ണ് കിട്ടിയത്. ഇന്നെന്താ അവസ്ഥ? കുന്നത്തൂരെ കിരീടമില്ലാത്ത രാജാവല്ലേ? ദൈവനിശ്ചയം ഇതാണെങ്കിൽ ഇതന്നെ അങ്ങ് നടക്കട്ടെ. എവിടാ? എനിക്ക് നന്ദിനിക്കുട്ടി ഒന്ന് കാണണം. വേണ്ട, ഇനി ആ പേരും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട. ഇല്ല, എനിക്ക് കാണണം. പിന്നെ ഇത്രയും നാൾ കണ്ടതും കേട്ടതൊക്കെ മതി. എന്താ മനസ്സിലായില്ലെന്നുണ്ടോ? അത് താനങ്ങ് തീരുമാനിച്ചാ മതി. തൽക്കാലം ഞാൻ തീരുമാനിച്ചാ മതി. പ്രതാപ, നന്ദിനിക്കുട്ടി ഒന്ന് കാണണമെന്നല്ലേ സുധി പറഞ്ഞുള്ളൂ. കണ്ടോട്ടെ. നീ എന്തിനാ കാണണേ? എന്റെ തന്ത രാവണ്യമേനൊന്നും പറഞ്ഞില്ലേന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദിനിക്കുട്ടി എനിക്കുള്ളതാ. അത് സുധി മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പിന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, അത് നന്ദിനിക്കുട്ടി കൂടെ തീരുമാനിക്കേണ്ടല്ലേ സുധി? അവളെ വിളിക്ക്, അവള് പറയട്ടെ. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്. നിന്റെ അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ. കാരണം അയാൾ ജന്മനാ ഒരു അത്യാഗ്രഹിയായി പോയി. കഷ്ടം. എനിക്കതല്ല, രാജശേഖര കൈമളുടെ മട്ടിലും പത്രാസിലും ഒക്കെ അയാള് ഭ്രമിച്ചു എന്നിരിക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്ത നന്ദിനിക്കുട്ടിയെ. എന്തോന്ന് മനസ്സിലാക്കാൻ? ഒരു ഭാഗത്ത് നന്ദിനിക്കുട്ടി, ഒരു ഭാഗത്ത് ദീപക്കുട്ടി, മറുഭാഗത്ത് മേരിക്കുട്ടി. ഇവനാര് ഗോപാലകൃഷ്ണനോ? പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഈ പോക്ക് ശരിയല്ലെന്ന്. ഏതോ ഒരു ആട്ടക്കാരിയെ കണ്ടപ്പോ നീ ആ പാവം നന്ദിനിക്കുട്ടിയെ മറന്നു. നിങ്ങൾക്കാർക്കും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോന്ന് അവസ്ഥ? ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ഉത്തമ, നീ നടക്ക. സുധി, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ പറ. നിങ്ങളൊക്കെ കരുതും പോലുള്ള ഒരു ബന്ധമല്ല ഞാനും ദീപിയും തമ്മിലുള്ളത്. നീ പറഞ്ഞ പോലെ എവിടുന്നോ വന്ന ഒരാട്ടക്കാരി അല്ല അവള്.
എന്റെ ഗോപിയായിട്ട് സ്നേഹിച്ചിരുന്ന പെണ്ണ. ഗോപിയേട്ടന്റെ അപകട മരണം ദീപയെ മാനസികമായി തളർത്തി. ദീപ ഇന്നൊരു മാനസിക രോഗിയാണ്. മാനസിക രോഗി? അവൾ ഈ കാണിക്കുന്നതൊക്കെ രോഗത്തിന്റെ ലക്ഷണങ്ങളാ. രോഗത്തിന്റെ ലക്ഷണങ്ങളോ? ഞാനത് വിശ്വസിക്കുന്നില്ല. ആ കുട്ടി യാതൊരു അസുഖവും. സത്യമാണ് ദീപയെ, എന്റെ മോളെ, അവളുടെ ഒരാഗ്രഹത്തിനും എതിര് നിൽക്കാതെ സ്നേഹവും സന്തോഷവും നൽകിയ അവളെ ഞാൻ വളർത്തിയത്. ഞങ്ങളുടെ ആ ചെറിയ ലോകത്തിലേക്ക് അതിഥിയായി കടന്നു വന്ന ഗോപികൃഷ്ണൻ ഞങ്ങളുടെ എല്ലാമായി തീർന്നു. तेरी प्यारी प्यारी सूरत को किसी की नजर ना लगे चश्मे बद्दू मुकड़े को छुपा लो आंचल में कहीं मेरी नजर ना लगे चश्मे बद्दू तेरी प्यारी प्यारी सूरत को किसी की नजर ना लगे चश्मे बद्दू मुकड़े को छुपा लो आंचल में कहीं मेरी नजर ना लगे चश्मे बद्दू चश्मे बद्दू चश्मे बद्दू जिसको तुम ढूंढा है फर्स्ट क्लास है, गाना बहुत अच्छा है। അവന്മാര് പറയുന്നുണ്ട്, ഒന്ന് കൈകാര്യം ചെയ്യണം. അല്ല, साले चोर, सुबह के बच्चा कहाँ है? अभी तक हमारे साथ है। बोलो साले। नहीं मालूम सर, यहाँ कोई नहीं आया। अंदर जाकर तलाश करो। साले भीख मांगा, तुमसे हम सच बुला के रखेंगे। सोने की दुकान के मालिक को खत्म करके भाग के आया है। आज इसका अंतिम है। साहब पूरा तलाश किया, वो इधर नहीं है साहब। जल्दी जल्दी चलो। Find it. ചാക്കിനകത്ത് കയറി സ്റ്റോർ റൂമിന്റെ സൈഡിൽ ചെരിഞ്ഞിരുന്നു. അവര് കണ്ടില്ല. പട്ടി കഴിവറാമോൻ, അവന്റെ ഒരു ചാക്ക്. ഏത് നശിച്ച നിമിഷത്തിലാ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്? അത് നിനക്ക് ഓർമ്മയില്ലല്ലോ. രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നില്ലേ? എന്തിനായിരുന്നല്ലോ അന്ന് എന്നെ രക്ഷിച്ചത്? ആ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എടാ, നന്ദിയേട് കാണിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലേന്ന് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചെന്നെ. അയ്യോ പാവം. എന്തിനാ നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, എനിക്ക് ചൊറിഞ്ഞു വരുന്നു. അധികം ചൊറിയണ്ട. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ കക്കേ കള്ളക്കടത്ത് നടത്തുക എന്ത് വേണമെങ്കിൽ ചെയ്യും. എന്നാ പോടാ, പോയി നശിക്ക്. ഈ തലയെടുത്തെന്ന് പറഞ്ഞാലേ തൂത്താ പോവുമല്ല. വേഗം ചെയ്യ്. यदींद्र साहब जल्दी बुलाओ। ജൽദി. ചെല്ല് ചെല്ല്. വല്ല മാർവാടിയുടെയും സമ്പാദ്യം കുലയോടെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. മേടിച്ചോണ്ട് പോയി ഞണ്ണ്. साहब बॉस आ गया। എന്റെ കുന്നത്തൂരമ്മേ, അവന് ആവത്തൊന്നും വരുത്തരുതേ. वो 11 बजे बीच में आएगा। काला चश्मा और सफेद दस्ताने पहन की एक नीग्रो, एक काला भूत जैसा। बाकी हम जैसे बोला विक्रम। भला हो। താങ്ക് യു സാർ. ഇവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. മഹാമായെ രക്ഷിക്കണേ. ഇതെന്തോന്നാ? ശംഖ്, സ്വർണ്ണ ശംഖ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ച ഇതെങ്ങനെ ഇവിടെ വന്നു? ഏത് ക്ഷേത്രത്തിലേടാ ഇത്?
ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എനിക്കറിയില്ല. ഓസ് ഇന്നലെ വിൽക്കാൻ തന്ന കൂട്ടത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റിയാ. 1 കിലോ കാണും അല്ലേ? ദൈവത്തിന് നിരക്കാത്ത നീ കാണിക്കരുത്. ഓ പിന്നെ ദൈവത്തിന് നിരക്കായിക. ജീവൻ പണയം വെച്ചുള്ള കളിയാ. അതിന് തക്ക പ്രതിഫലമൊന്നും അയാൾ തരുന്നില്ല. പിന്നെ ഇവനൊക്കെ ഏത് സമയവും നിറം മാറാം. എപ്പോ വേണമെങ്കിലും എന്നെ പറിച്ചെറിയാം. അതുകൊണ്ട് എന്റെ ഗോപികൃഷ്ണ 50 ലക്ഷം അയാൾക്ക് കിട്ടുമ്പോ 5 ലക്ഷം ഞാൻ എടുക്കും. അതിലെന്താ തെറ്റ്? എടാ, ഈ ശംഖ് ഏതെങ്കിലും മഹാക്ഷേത്രത്തിലെ പൂജാദ്രവ്യമായിരിക്കും. ഇത് കാണാത്തതിന്റെ പേരിൽ ഒരു സമൂഹം മുഴുവൻ ദുഃഖിക്കുന്നുണ്ടാവും. എന്തെല്ലാം അനർത്ഥങ്ങൾ ഇതുമൂലം ഉണ്ടാവും നിനക്കറിയോ? ചിലപ്പോ ഒരു നഗരം മുഴുവൻ വർഗീയ ലഹളയിൽ കത്തി അമരുകയാവും. യതീന്ദ്ര, ദൈവത്തിനോടുള്ള കളി നിനക്ക് നല്ലതിനല്ല. നീ ഇത് തിരികെ ഏൽപ്പിക്കാൻ നോക്ക്. നല്ല കളിയായി. ഇത് മോഷ്ടിക്കാൻ പെട്ടതിന്റെ പാട് എനിക്കല്ലേ അറിയൂ. അതേടാ, പാട് തന്നെയാ. ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിന്റെ കാവലിലാടാ കോടിക്കണക്കിന്റെ ഈ സ്വത്തുക്കളൊക്കെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്തോന്ന് വിശ്വാസം, എന്തോന്ന് ദൈവം. എടാ, കൺമുമ്പ് കാണാത്തൊന്നും വിശ്വസിക്കരുത്. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടടാ. എന്റെ കുന്നത്തൂരമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. നിനക്കറിയോ, അമ്മയുടെ വിലമതിക്കാനാവാത്ത മണിച്ചിലങ്ക നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ മാത്രം സംരക്ഷണത്തിലാ നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതെന്താടാ ആരും എടുത്തോണ്ട് പോകാത്തത്, മോഷ്ടിക്കാത്തത്? നീയൊക്കെ 100 ജന്മം തപസ്സിരുന്നാലും അതിലൊന്ന് തൊടാൻ പോലും പറ്റില്ലടാ. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ചൈതന്യമാണത്. ഞങ്ങളുടെയൊക്കെ രക്ഷയാണത്, ജീവനാണത്. അതുപോലെ ദിവ്യമായ ഏതോ ക്ഷേത്രത്തിലെ ശങ്കാണിത്. ഇത് തിരികെ എത്തിക്കുന്ന യതീന്ദ്ര നിനക്ക് നല്ലത്. ദിവ്യമായ ശങ്ക, അതിലും ദിവ്യമായ മണിച്ചിലങ്ക. യതീന്ദ്രനെ കുറച്ചു ദിവസങ്ങളായി ബോംബെയിലെങ്ങും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചെത്തിയ ഗോപികൃഷ്ണനെ ഞാൻ ആശ്വസിപ്പിച്ചയച്ചു. ഏറെ വൈകും മുമ്പ് യതീന്ദ്രൻ മടങ്ങിയെത്തി. നീ പറഞ്ഞപ്പോഴൊന്നും ഇത് ഇത്ര ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ മണിച്ചിലങ്ക ബോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പിന്നെ കച്ചവടം ഉറപ്പിച്ചു. യൂറോപ്പിൽ നിന്ന് വന്ന സായിപ്പിന് ഇത് കൂടിയേ തീരൂ. ആ യൂറോപ്പിലേക്ക് കപ്പൽ കയറുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒന്ന് തൊട്ടു പണിയിക്കോ. എന്റെ മര്യാദക്ക് ഞാനിത് നിന്നെ കാണിച്ചു. അപ്പൊ നീ കൂടുതൽ ഷൈൻ ചെയ്യാ. എന്റെ ഒരു കുന്നത്തൂരമ്മയും ചേലങ്കിയും. ചതിച്ചു. യതീന്ദ്രൻ നമ്മളെ ചതിച്ചു. ഇത് കുന്നത്തൂരമ്മയുടെ മണിച്ചിലങ്കയാ. നഷ്ടപ്പെടരുത്. എങ്ങനെയും ഇത് കുന്നത്തൂർ എത്തിക്കണം. എത്രയും പെട്ടെന്ന് ഇതുമായി ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ പുറകെ വന്നോളാം. ശരി. बेचारे बच्चे, तेरे को दूसरा खिलौना दूंगा, वो वापस करो. ചിലങ്ക എവിടാ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ?
ആഗ്രഹിച്ചതുപോലെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് ആ ചിലങ്ക ഞാനിവിടെ എത്തിച്ചു. അത് തിരുനടയിൽ എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചാൽ ദേവി എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കും. ഇപ്പൊ ആ ചിലങ്ക എവിടെ? ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് തിരുനടയിൽ എത്തിയാൽ യതീന്ദ്രൻ വെറുതെ ഇരിക്കില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണോ? ഈ ചിലങ്ക വെച്ച് വേണം യതീന്ദ്രനെ കെണിയിൽ വീഴ്ത്തേണ്ടതും നന്ദിനിക്കുട്ടിയെ നീ സ്വന്തമാക്കേണ്ടതും. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ചുവടുവയ്പും വളരെ കരുതലോടുകൂടി വേണം. അമ്മേ, സർവ്വ പാപങ്ങളും തീർത്ത് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വെളിച്ചപ്പാടിനെ വിളിച്ചോളൂ. തിരുനടയിലേറ്റുന്നതിന് മുമ്പായി ശുദ്ധികലശവും പൂജകളും നടത്തണ്ടേ? അതുവരെ ചിലങ്ക സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം കമ്മിറ്റിക്കാരായിട്ടെടുക്കണം. അങ്ങനെയെങ്കിൽ ആ ചുമതല പ്രസിഡന്റിനുള്ളതാണ്. ചിലങ്ക കൈമാറിയിട്ട് നീ രക്ഷപ്പെടാന്ന് കരുതി അല്ലടാ? എന്റെ ഒരു കാമുകനും സെന്റിമെന്റ്സും ചിലങ്ക തിരിച്ചേൽപ്പിച്ച ചത്തുപോയെന്നിട്ട് ഗോപികൃഷ്ണൻ തിരിച്ചു വരുമെന്ന് കരുതോടി. കൊല്ലടാ, കൊല്ല്, ഞങ്ങളെല്ലാം കൊല്ല്. ഏതെല്ലാം വേഷം കെട്ടി എന്തൊക്കെ കളി കളിച്ചാലും നിന്റെ ഉദ്ദേശം നടക്കില്ലടാ. കൊല്ലും, എല്ലാറ്റിനെയും കൊല്ലും. ചിലങ്ക കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ഇഞ്ചിഞ്ചായി അരിയും ഞാൻ. എന്നെ കൊലക്കി കൊടുത്തിട്ട് ജീവിക്കാമെന്ന് കരുതിയോ? എന്താ ധൃതിയില്? മാറി കിടി. എടോ മേനോനെ, എനിക്ക് മണിച്ചിലങ്ക കാണണം. നിലവറയുടെ താക്കോൽ എടുക്ക്. നീ എന്താ ഈ പറയണത്? എടുക്കാൻ. ചിലക്കാതെ നിലവറയുടെ താക്കോൽ എവിടെയെന്ന് പറയാൻ. പറയാൻ ഞാൻ തരില്ല. എടുക്കാൻ. ശശി, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് മണിച്ചിലങ്കയും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ? ഗോപിയേട്ടനെ കൊന്നിട്ട് നീ ഇവിടെ വന്ന് നാടൻ കളിക്കുന്നതാ. മണിച്ചിലങ്ക
എന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി പാടോ. പോലീസ് എത്തി. ഇപ്പോഴെങ്കിലും ഈ ജവഹരക്കുറിപ്പിനെ ശരിക്കും മനസ്സിലായി കാണുമല്ലോ ഇല്ലേ? ഒഫീഷ്യൽ ഫോർമാലിറ്റീസിന് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. തീർച്ചയായും വരണമല്ലോ. കുന്നത്തൂർ നിവാസികളുടെയും അവരുടെ സ്വന്തം പ്രസിഡന്റായ ജവഹരക്കുറിപ്പിന്റെ കഴിവും ബുദ്ധിശക്തിയും അവശേഷിക്കുന്ന സങ്കീർണങ്ങളായ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ വേണ്ടി വിനിയോഗിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ.